വൈകുന്നേരത്തെ സൗഖ്യാരാധനയുടെ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു, ഒരു വ്യത്യാസവുമില്ല. ദിവ്യകാരുണ്യം എടുത്തുയർത്തുമ്പോൾ കർത്താവിനോട് ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ: കർത്താവേ, ഈ ധ്യാനത്തിൽ 100 പേര് പങ്കെടുക്കുന്നുണ്ട്, ആരെ തൊട്ടില്ലേലും വേണ്ടില്ല, ഈ മനുഷ്യനെ ഒരിക്കൽ കൂടെ തൊടണം, ശരീരത്തിലൊരു അടയാളം അങ്ങ് കൊടുക്കണം. അത്രമാത്രം തുറന്ന ഒരു ഏറ്റുപറച്ചിലല്ല കർത്താവെ ഞങ്ങളുടെ മുമ്പിൽ നടത്തിയത്. സൗഖ്യ ആരാധന കഴിഞ്ഞു, അനേകം പേര് ജീവിതത്തിൽ സൗഖ്യാനുഭവങ്ങളൊക്കെ ഉണ്ടായി. എല്ലാവരും ഭക്ഷണത്തിന് പോയപ്പോൾ ഞാൻ ഈ അപ്പച്ചൻ്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ഇന്നലെ തന്ന ഉറപ്പ് കർത്താവ് ഇതുവരെ പൂർത്തീകരിച്ചില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ചോ അതൊന്നും എനിക്ക് കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ ഭക്ഷണം കഴിക്കാൻ പോയി. രാത്രി വീണ്ടും എല്ലാം കഴിഞ്ഞതിന് ശേഷം, ആരാധന ശുശ്രൂഷ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ആ അപ്പച്ചൻ്റെ അടുക്കൽ ചെന്നു. അപ്പച്ചൻ്റെ അടുക്കൽ ചെന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ കണ്ട കാഴ്ച, ആ കൂട്ടിരിപ്പുകാരൻ ഇങ്ങനെ കരയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ശബ്ദം അടഞ്ഞു നിൽക്കാം. നോക്കുമ്പോൾ ചെല്ലുന്ന കാഴ്ച എന്താണെന്നറിയാവോ? ഈ 2 കൈ, തളർന്നു കിടക്കുന്ന ഈ 2 കൈ മാത്രം അദ്ദേഹത്തിന് ഉയർത്താൻ പറ്റുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുന്ന മനുഷ്യനാണ്. ഈ കയ്യില് ബൈബിൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, കൂടെ ഈ വിരലില് ഈ കൊന്തയും ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുക പിടിച്ച്. ഈ കാഴ്ച കണ്ടിട്ട് നാളുകളായിട്ട് കൂടെയുള്ള ഈ കൂട്ടിരിപ്പുകാരനുണ്ട്. അയാൾക്ക് എന്താണ് എങ്ങനെ പറയണമെന്ന് പറ്റുന്നില്ല, അങ്ങനെ നിൽക്കുക. ഇനി അപ്പച്ചൻ്റെ അടുക്കൽ ഞാനും ഇങ്ങനെ നിന്ന് കരയണ വിഷമത്തിൻ്റെ അനുഭവം പോലെയായി. അത്രമാത്രം സന്തോഷം നിറഞ്ഞു. അതിന് ആ മനുഷ്യൻ പറഞ്ഞ മറുപടിയാണ് എൻ്റെ ധാരണകളൊക്കെ മാറ്റിമറിച്ചു. അയാൾ പറഞ്ഞെന്താണെന്നറിയാവോ? നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഞാനും കർത്താവും മാത്രമായി. ഞാൻ കർത്താവിനോടൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ: ബൈബിള് വലിച്ചു കീറിയിട്ടുണ്ട്, കൊന്ത പൊട്ടിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്, ഈ കൈയുയർത്തി പലരെയും ഞാൻ ശപിച്ചിട്ടുണ്ട്. ഈശോയോടൊരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ: പൊട്ടിച്ചെറിഞ്ഞ കൊന്ത കൊണ്ട് വീണ്ടും ജപമാല ചെല്ലാൻ, ഈ ബൈബിള് മറിച്ചു വായിക്കാൻ എൻ്റെ കരങ്ങളെ മാത്രം സുഖപ്പെടുത്തണേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നാടകീയതയോടുകൂടെ അവതരിപ്പിക്കണതല്ല, എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ട വലിയൊരു സത്യം. കൂദാശയ്ക്ക് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ശക്തിയുണ്ട്. കൂദാശയ്ക്ക് സുഖപ്പെടുത്താൻ പറ്റുമോ എന്ന് വെച്ചാൽ സുഖപ്പെടുത്താൻ പറ്റും. നേരത്തെ വചനം കണ്ടില്ലേ നമ്മൾ? സുഭാഷിതം 6-7 തവണ ഞാനിപ്പോൾ പറഞ്ഞു. തെറ്റേറ്റു പറഞ്ഞ് പരിത്യജിക്കുന്നവന് ദൈവത്തിന്റെ കരുണ ലഭിക്കും എന്ന് പറഞ്ഞാൽ കരുണ ലഭിക്കും. നീ മാപ്പ് അപേക്ഷിക്കാൻ തയ്യാറായ, ക്ഷമിക്കാൻ തയ്യാറായ, പൊറുക്കാൻ തയ്യാറായ, കർത്താവിന് സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറായാൽ കർത്താവ് അനുഗ്രഹിക്കും, സംശയം വേണ്ട. അവനൊരു എക്സസൈസ് ഞാൻ പറഞ്ഞു കൊടുത്തു. 23-ാമത്തെ സങ്കീർത്തനം മുതൽ 91-ാമത്തെ സങ്കീർത്തനം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും പ്രതിസന്ധിയിലോ പ്രശ്നങ്ങളിലോ വീഴ്ചകളിലോ ആണ് എങ്കിൽ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ, വിശ്വാസ സംബന്ധിയായ തകർച്ചകളുണ്ടെങ്കിൽ, ഈ കാര്യം, ഈ വചനഭാഗങ്ങൾ വായിക്കുക. ആരോടെങ്കിലും അങ്ങനെയുള്ള അനുഭവം നിങ്ങളോട് പങ്കുവെച്ച ഈ പ്രത്യേകമായ പ്രാർത്ഥന നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. 23-ാമത്തെ സങ്കീർത്തനം മുതൽ 91-ാമത്തെ സങ്കീർത്തനം വരെ. 21-ാമത്തെ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത എന്താണ്? കർത്താവ് എൻ്റെ ഇടയൻ. 91-ാമത്തെ സങ്കീർത്തനം ദൈവത്തിന്റെ സംരക്ഷണം, കർത്താവിന്റെ സംരക്ഷണം. ഇതാണ് 91-ാമത്തെ സങ്കീർത്തനം. ഇതിനിടയിലുള്ള സകല സങ്കീർത്തനങ്ങളും നമ്മളെ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി തരും. ഈ പയ്യൻ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും. അവൻ ആ വചനം വായിക്കാൻ തുടങ്ങി. പിന്നീട് ഞാനും അച്ഛനും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ അടുക്കൽ കുമ്പസാരിക്കാൻ വരുന്നതിൻ്റെ ദൈർഘ്യം കുറഞ്ഞു. നോയമ്പുകാലം ആരംഭിച്ചപ്പോൾ ഞാൻ ധ്യാന ശുശ്രൂഷയായിട്ട് പോകും. അച്ഛൻ ഇടവക ഭരണമായിട്ട് ഉള്ളൊരു വ്യക്തിയായതുകൊണ്ട് അച്ഛനും അങ്ങനെ പോകും. ഞങ്ങൾ രാത്രിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഈ പയ്യനെയാണ്. അങ്ങനെ നോയമ്പ് കാലത്തിൽ വിശുദ്ധമാരും എത്തി. അവൻ എൻ്റെ അടുക്കൽ വന്ന് നല്ലൊരു കുമ്പസാരം വീണ്ടും നടത്തി. കുമ്പസാരം എല്ലാം കഴിഞ്ഞ് പ്രത്യേകമായിട്ട് ദുഃഖവെള്ളിയാഴ്ച ഞാൻ ഈ പയ്യനുമായിട്ട് അടുത്തുള്ള ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് പോയി. ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു: അച്ചോ, ദൈവം എന്നെ സ്പർശിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. രാത്രി പ്രിയപ്പെട്ടവരെ ഞാൻ അവനോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ശനിയാഴ്ച തിരക്കായിരുന്നു. ഈ ഈസ്റ്റർ ഞായറാഴ്ച മറ്റൊരു പള്ളിയിൽ ശുശ്രൂഷ കഴിഞ്ഞ് പട്ടാപാതിരയായപ്പോൾ ഞാൻ മുറിയിൽ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മുറിയിൽ ശക്തമായി മുട്ട് കേട്ട് ഞാൻ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പോയി. മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്കൽ വന്ന ആ പയ്യനല്ല ഇപ്പം കാണുന്നത്.
അവൻ്റെ മുഖത്തുള്ള പ്രകാശം ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുക. ഞാൻ ചോദിച്ചു, നിനക്കിത് എന്താ പറ്റിയത്? ഞാൻ ചോദിച്ചു, എനിക്കൊന്നും പറ്റിയില്ല. ഇല്ല, നീ വന്നതുപോലെ ഒരു വലിയ നിന്റെ മുഖത്തേക്ക് നോക്കിയ അത്രമാത്രം നമ്മൾ കണ്ണ് പറിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം ഒരു ചൈതന്യം, ഒരു സൗന്ദര്യമാണ്. അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, അച്ചോ, ഇന്നലെ ദുഃഖവെള്ളിയാഴ്ച ദിവസം ഈ കുരിശിനെ ചുംബിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോടൊരു കാര്യം പറഞ്ഞു. എന്താ കാര്യം എന്നറിയാവോ? എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിലപാടുകൾക്ക് ഒരു മാറ്റം വേണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിലപാടുകൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു മാറ്റം വേണം. നമ്മളൊരു വചനം ബൈബിളിൽ നിന്ന് വായിക്കുകയാണ്. അത് സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാമത്തെ അധ്യായം 13ഉം 14ഉം തിരുവചനം. സുഭാഷിതം 28, 13, 14 തിരുവചനങ്ങൾ. ഇങ്ങനെ കൈകൂപ്പി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ ആ കൃപ യാചിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താ ഓർമ്മപ്പെടുത്തുന്നതെന്നാണ്. വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക, പ്രിയപ്പെട്ടവരെ. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. ഓർക്കണം കേട്ടോ, തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകുകയില്ല, എന്നാൽ അത് ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് നമ്മുടെ പാപങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുക എന്നുള്ളത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിസ്സറയർത്തി പറയാവോ ഹല്ലേലൂയ? അഭിഷേകത്തോടേറ്റ് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 9:31. യോഹന്നാൻ 9:31. പാപിയുടെ പ്രാർത്ഥന കർത്താവ് ശ്രവിക്കുകയില്ല, എന്നാൽ ദൈവത്തിൻ്റെ ഹിതാനുസാരം മുന്നോട്ട് പോകുന്നവൻ്റെ പ്രാർത്ഥന കർത്താവ് ശ്രവിക്കും. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ പക്കൽ നമ്മളിങ്ങനെ അനുഗ്രഹമൊക്കെ യാചിക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വേണ്ട ഒരു നിലപാട്. ഇപ്പം ഞാൻ ഈ 3 ദിവസവും നിങ്ങൾ അനുഗ്രഹിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പ്രസംഗിച്ച ആ പ്രസംഗം നിങ്ങൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. ഓരോ മേഖലയും എടുത്തു വെച്ചിട്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനം ക്ലിയർ ആകും, സാമ്പത്തിക മേഖലകളൊക്കെ ക്ലിയർ ആകും, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് പഠന മേഖലയിൽ വലിയ അനുഗ്രഹം ഉണ്ടാകും. ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് ആ മേഖലയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് പ്രസംഗിച്ച നിങ്ങളത് പൂർണ്ണമായിട്ട് സ്വീകരിക്കും. എന്നാൽ വിശുദ്ധ വചനം ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ അനുഗ്രഹം പ്രസംഗിക്കുന്നതോടൊപ്പം തന്നെ മുന്നറിയിപ്പ് കൂടെ പ്രസംഗിക്കണം. അത് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയോ നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടോ അല്ല, അത് നമ്മുടെ ജീവിതത്തിന് ശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നമുക്കൊക്കെ വിമ്മിഷ്ടമാണ്, ഇല്ലേ? പാപം ഒന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിമ്മിഷ്ടമാണ്. അതിനെക്കുറിച്ച് കേൾക്കാനോ അത് സ്വീകരിക്കാനോ ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനോ നമുക്ക് താല്പര്യമില്ല. ചേർന്ന് പറയാവോ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ ഈ നിയമങ്ങൾക്ക്, ഈ കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു പരാതിയും പരിഭവം അത് തന്നെയാണ്. അത് നിയമങ്ങളുടെ ഒരു അനുഭവമാണെന്നാണ് പറയുന്നത്. നിയമങ്ങൾ മാത്രമാണ്. എന്ത് കഠിനമായ നിയമങ്ങളാണ്, നമുക്ക് അതിന് തോന്നിയിട്ടില്ലേ? 1 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച 10 തവണ വീഴാനുള്ള കാഴ്ചകളും കേൾവികളും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. മനുഷ്യൻ ബലഹീനനാണ്, അതുകൊണ്ട് വീണു പോകും. ഇങ്ങനെ കടുത്ത നിയമങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കൽ ഒരു ധ്യാനത്തിൽ പ്രസംഗിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച ആളുകളുടെ ഇടയിൽ എനിക്ക് പരിചയമുള്ള ഒരു പയ്യനിരിക്കുന്നു. അപ്പോൾ പ്രസംഗം എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അച്ചോ, പ്രസംഗമൊക്കെ കൊള്ളാം, പക്ഷേ എപ്പോഴും ഈ പാപത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ശരിയല്ല. അന്ന് എന്നോട് എടുക്കാൻ പറഞ്ഞ ക്ലാസ് പാപത്തിൻ്റെ വചന വിചിന്തനമായിരുന്നു. അപ്പോൾ മേഖലകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമാണ്, മനുഷ്യൻ ബലഹീനനല്ലേ, വീണു പോകൂലേ, കുറവുകളൊക്കെ ഉണ്ടാകുകയില്ലേ, മദ്യപിക്കാനുള്ള മദ്യഷാപ്പുകൾ ചുറ്റുവട്ടത്താണ്, അതോടെ തന്നെ
തെറ്റിലേക്ക് വീഴിക്കാനായിട്ട് ആളുകളെല്ലാം ചുറ്റുവട്ടത്ത് നിൽപ്പുണ്ട്. പിന്നെ വീണു പോകില്ല അച്ചോ. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ ചോദിച്ചു, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി പ്രസംഗിക്കുമ്പോൾ കുറച്ച് ഡൈല്യൂട്ടായിട്ട് വെള്ളം ചേർത്ത് പ്രസംഗിക്കുക. അല്ല, നല്ല അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി പ്രസംഗിക്കുമ്പോൾ കുറച്ച് ഡൈല്യൂട്ടായിട്ട് ആളുകൾക്ക് ശുഭകരമായിട്ട് സന്തോഷകരമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല റാപ്പ് ചെയ്ത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ചോദ്യമാണ്. സാഹചര്യങ്ങൾ നമ്മളെ പഴിചാരും. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 12:24 ഓർക്കണം കേട്ടോ. മർക്കോസ് 12:24. ഈ തെറ്റുകളൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം ഈ വസ്തുക്കളോ വ്യക്തികളോ സാഹചര്യങ്ങളോ ഒന്നുമല്ല. അതൊന്നുമല്ല നമ്മളെ തെറ്റിലേക്ക് വീഴിക്കുന്നത്. മദ്യപിക്കാൻ നമ്മളെ വീഴിക്കുന്നത് മദ്യപിക്കാനുള്ള കൂട്ടുകെട്ടോ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ ഉള്ളത് കൊണ്ടല്ല. അതൊരു കാരണമാകാം. രണ്ടാമതൊരു കാരണം പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വ്യഭിചരിക്കുക അല്ലെങ്കിൽ അശുദ്ധമായി പാപത്തിലേക്ക് വീഴാനുള്ള വ്യക്തികളും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നമ്മളെ ചുറ്റുവട്ടത്തുണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണു പോകുന്നതെന്ന് പറയാനായിട്ട് നമുക്ക് ഒരു അവകാശമില്ല. കാരണം എന്താ? വചനം പറഞ്ഞു തരുന്ന കാര്യമുണ്ട്. മർക്കോസ് 12:24 എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിന്റെ ശക്തിയും അറിയാത്തത് കൊണ്ടല്ലേ മനുഷ്യ നിനക്ക് തെറ്റുപറ്റുന്നത്. വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിന്റെ ശക്തിയും അറിയാത്തത് കൊണ്ടല്ലേ. ഇന്നലെ ഞാൻ വചനം പറഞ്ഞ സമയത്ത് ഒരു വചനം ഓർമ്മപ്പെടുത്തി. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ 5-6 തിരുവചനം. എന്താ വചനത്തിൽ നമ്മൾ വായിച്ചത്? തമ്പുരാന്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. തമ്പുരാന്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ പാപപ്രലോഭനമുണ്ടെങ്കിലും നമ്മൾ വീണു പോകുകയില്ല. ഈ വചനം നമ്മളെ ബലപ്പെടുത്തും. ഏത് പ്രതിസന്ധിയിലും ഈ വചനം നമ്മളെ ബലപ്പെടുത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുക. പാപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മുമ്പിൽ എവിടെയെങ്കിലും ഒരു വചന വിചിന്തനം കേട്ട, അത് ഞായറാഴ്ചത്തെ പ്രസംഗമായാലും നിങ്ങളൊരു കാര്യം ഓർക്കുക. കുറച്ച് തമാശയും അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിനേക്കാളും നിങ്ങളുടെ ജീവിതത്തിന് ബലം നൽകുന്നത്, ജീവൻ നൽകുന്നത് ആ രണ്ടാമത്തെ പ്രസംഗമായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ കുറവുകളെ ഓർമ്മപ്പെടുത്തി തരുന്ന പ്രസംഗം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉയർത്തി പറയാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യണം. എന്താണെന്നറിയാവോ? ക്ലിയർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ കൽപ്പനകൾ ഒരിക്കലും ഭാരമുള്ളവയല്ല. ഓർത്തേക്കണം കേട്ടോ. കർത്താവിൻ്റെ ഒരു കൽപ്പനയും ഭാരമുള്ളവയല്ല. ഭാരമുള്ളവയായിട്ട് കരുതുന്നത് ആരാ? നമ്മളാണ്. എന്താ ഇതിന് ഉറപ്പ്? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 3-ാം തിരുവചനം. 1 യോഹന്നാൻ 5:3. എന്താ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ്. എന്നിട്ട് വചനം തുടരുന്നു, അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. വീണ്ടും മറ്റൊരു വചനം കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. പ്രഭാഷകന്റെ പുസ്തകം 15:15. പ്രഭാഷകൻ 15:15. എന്താ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. മനസ്സ് വെച്ചാൽ ലോകത്ത് ദൈവം നൽകുന്ന ഏത് കൽപ്പനയും നിനക്ക് അനുസരിക്കാൻ പറ്റും. നിനക്ക് അനുസരിക്കാൻ പറ്റാത്ത ഒരു കൽപ്പനയും ദൈവം നിനക്ക് നൽകിയിട്ടില്ല. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നീയാണ്. അതിനുള്ള സവിശേഷമായൊരു ശ്രമം നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരവർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ പിള്ളേരെ ഇപ്പൊ ഈ അടച്ചുപൂട്ട് ലോക്ക്ഡൗൺ ഒക്കെ ആണല്ലോ. നമ്മുടെ പിള്ളേരെ ഒന്ന് കളിക്കാനായിട്ട് വിട്ടേ. കളിക്കാൻ വിട്ടിട്ട് പിള്ളേരോട് പറയുകയാണ്, നിങ്ങൾ ഇഷ്ടമുള്ള സമയം കളിച്ചോളാൻ പറഞ്ഞ പിള്ളേർ എന്ത് ചെയ്യും? പട്ടാപ്പാതിര വരെ കളിക്കും ഇല്ലേ? പിള്ളേർ സ്കൂളിൽ പോയി, ഇപ്പം 2 കൊല്ലം ഈ സ്കൂളിൽ പോകുന്നില്ല. സ്കൂളിൽ പോയൊക്കെ നേരത്തെ വീട്ടിൽ, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ അടുക്കൽ നിന്ന് വഴക്ക് കേട്ടിട്ടുള്ള ഒരു കാര്യത്തിനാണ്. ഈ സ്കൂളിൽ നിന്ന് തിരിച്ച് യൂണിഫോമായിട്ട് വീട്ടിലേക്ക് വന്നാൽ അമ്മ ആദ്യം പറയുന്ന കാര്യം പോയി കുളിക്കണം എന്നാണ്. കുളിക്കുമില്ല. ആ യൂണിഫോം ഇട്ട് തന്നെ നടക്കും. എത്ര നേരം കളിക്കാൻ പറഞ്ഞാലും നമ്മൾ കളിക്കും. കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കൂല. ഇത് പൊതുവായിട്ടുള്ളൊരു തത്വമാണ്. നമ്മളിങ്ങനെ കഴുകപ്പെടണം, നമ്മുടെ അഴുക്കുകൾ കഴുകപ്പെടണം. അതിന് നമുക്ക് ഒരിക്കലും ഇഷ്ടമില്ല. ആ അഴുക്കിൽ ഇങ്ങനെ പരണ്ട്
മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ വളരെയധികം താല്പര്യത്തോടെ മുന്നോട്ട് പോവുക. ഇത് ഭയാനകമായൊരു അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയണം. ഇവിടെ ഇരിക്കുന്ന പലരും ജീവിതത്തിൽ ഒരു വലിയൊരു വിഷമം പേറുന്നവരാണ്. എന്താണെന്നറിയാവോ? എത്ര നാളായിട്ട് അച്ഛാ ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവം അനുഗ്രഹിക്കണില്ല, ഇല്ലേ? എത്ര നാളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നലെ ഞാനൊരു വചനഭാഗം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മർക്കോസിന്റെ സുവിശേഷം 11:24. എന്താണത്? നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എല്ലാം കിട്ടിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടില്ല. കിട്ടാത്തതിൻ്റെ കാരണമുണ്ട്. ഒരു വ്യവസ്ഥ കൂടെ കർത്താവ് പറയുന്നുണ്ട്. നമ്മുടെ മനോഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ വേണം. എന്തുകൊണ്ടാ പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടാത്തത്? പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുഗ്രഹം ചൊരിയുമ്പോൾ ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 8-ാം തിരുവചനം. മത്തായി 5:8. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്: ഹൃദയ പരിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. പൂരിപ്പിച്ച് ബാക്കിയുള്ളത് എന്താണ്? അവർ ദൈവത്തെ കാണും. ഹൃദയ പരിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വീണ്ടും സങ്കീർത്തന പുസ്തകം അതിന്റെ 15-ാമത്തെ അധ്യായം. ഒരാൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ദൈവം അനുഗ്രഹം ചൊരിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് 15-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കണമെന്നറിയാവോ? ഹൃദയത്തിൽ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവൻ, തിന്മ നിരൂപിക്കാത്തവൻ, അങ്ങനെയുള്ളവനെയാണ് ഞാൻ അനുഗ്രഹിക്കുന്നത്. അവനാണ് യോഗ്യതയോടുകൂടെ തമ്പുരാന്റെ ആലയത്തിൽ നിൽക്കുന്നത്. ഒന്ന് മനസ്സിലാക്കി. വീണ്ടും വചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഹെബ്രായ ലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം. ഹെബ്രായർ 12:14. വചനത്തിൽ ഇങ്ങനെയാ വായിക്കുക: വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റുകയില്ല. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റുകയില്ല. വീണ്ടും തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 7-8 തിരുവചനങ്ങളൊന്ന് വായിച്ചു നോക്കുക. അവിടെ എഴുതിയിട്ടുണ്ട്: മക്കളെ, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇനിയും ഞാൻ വേണമെങ്കിൽ ഈ ബൈബിളിൽ നിന്ന് വചനഭാഗങ്ങൾ എടുത്തു പറയാം. ഇതെല്ലാം പറയുന്ന പൊതുവായിട്ടുള്ള കാര്യം എന്താണ്? ദൈവം അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായൊരു മനോഭാവം വേണം. വിശുദ്ധിയുടെ ഒരു മനോഭാവം വേണം. പാപശീലങ്ങൾ കഴുകിക്കളയപ്പെടണം. ഒരു അനുഗ്രഹത്തിന്റെ അനുഭവം വളരെ പ്രത്യേകമായിട്ട് വേണം. അതില്ല എങ്കിൽ ദൈവകൃപ നമുക്ക് ലഭിക്കുകയില്ല. ചേർന്ന് പറയാവോ? ഹാലേലുയാ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹാലേലുയാ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹാലേലുയാ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹാലേലുയാ, ഹല്ലേലൂയ, ഹാലേലുയാ, ഹല്ലേലൂയ, ഹാലേലുയാ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ ആരായണം. ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് അനുഗ്രഹമൊക്കെ വേണം, അതിലൊരു സംശയമില്ല. ഞാൻ ഇന്നലെ എടുത്ത് ഓരോ വചനങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങളെ വചനഭാഗങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിരുത്തി വായിച്ചു നോക്കിക്കോ. ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ കൃപാവരം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ദൈവം നമ്മുടെ ഈ ഭൗതിക മേഖലയിലെ കാര്യങ്ങളോട് ഒരിക്കലും മുഖം തിരിച്ചു കളയില്ല. ഇതെൻ്റെ വിശ്വാസമാണ്. വചനം തരുന്ന ഉറപ്പായിട്ടുള്ള വിശ്വാസമാണ്. ഏത് കാര്യവും ചോദിച്ചോ, ദൈവം ഉറപ്പായിട്ട് തരും. പക്ഷേ നിങ്ങൾ നല്ല വീട്ടിൽ താമസിച്ച് സാമ്പത്തികമായ ചുറ്റുപാടിൽ ഇങ്ങനെ ഭൗതിക ഐശ്വര്യത്തിൽ ജീവിക്കണം എന്നുള്ളതല്ല ദൈവത്തിൻ്റെ സ്വപ്നം. അത് ആദ്യം ഓർത്തേക്കണം കേട്ടോ. അതല്ല ദൈവത്തിൻ്റെ സ്വപ്നം. കർത്താവ് കർത്തൃപ്രാർത്ഥന പഠിപ്പിച്ച സമയത്ത് ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ചുള്ള ഇന്റൻഷൻ, നിയോഗം ഒരിക്കൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്താണത്? അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ. ആവശ്യമുള്ളത് മാത്രം തരണേ കർത്താവേ, ആഹാരം തരണേ. ബാക്കിയുള്ള നിയോഗങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന് തുടർച്ചയുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ആത്മീയ നിയോഗങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ആത്മീയ നിയോഗങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനം നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:21. മാലാഖ വിശുദ്ധ ഔസേപ്പിതാവിനെ സന്ദർശിക്കുന്ന സമയത്ത് കൊടുക്കണ ഒരു വാഗ്ദാനമാണ്. മത്തായിയുടെ സുവിശേഷം 1:21. വചനം ഞാൻ വായിക്കാം. ഇങ്ങനെയാ പറയണത് മാലാഖ: അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. ശ്രദ്ധിക്കണേ, യേശു എന്ന് പേരിടണം. എന്തെന്നാൽ
അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. എന്തെന്നാൽ അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവൻ രോഗശാന്തി തരുമെന്നാണ് പറയണത്. സാമ്പത്തികമായി നിന്നെ ഒരുക്കുമെന്നാണോ പറയണത്? അല്ല. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോ ചെയ്ത വാഗ്ദാനം എന്താണെന്നറിയാവോ? നീ ഏത് തിന്മയുടെ അവസ്ഥയിലാണോ അതിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും. അതാണ് ദൈവത്തിന്റെ വലിയ സ്വപ്നം. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ നമ്മളെ അനുവദിക്കും. വലതുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താ? നിങ്ങളുടെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കുമെന്നാണോ പറഞ്ഞത്? അല്ല, പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ദൈവത്തിന്റെ ഈ സ്വപ്നം ഇതാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ പാപത്തെക്കുറിച്ചുള്ള ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. നിങ്ങൾക്കറിയാവോ ഈ വിശുദ്ധ ബൈബിളിൽ എത്ര പുസ്തകമുണ്ട്? എത്ര പുസ്തകമുണ്ട്? എണ്ണി നോക്കുക കേട്ടോ വീട്ടിൽ ചെന്ന്. മമ്മൂട്ടിക്ക് എത്ര മക്കളുണ്ട്? ജയറാമിന് എത്ര മക്കളുണ്ട്? കൃത്യമായിട്ട് പറയും. ഈ ബൈബിളില് ഈ പുസ്തകങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ പുസ്തകങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ 46ഉം 27ഉം ഈ രണ്ട് ഗണങ്ങളിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും 196 പാപങ്ങളുടെ ലിസ്റ്റ് മാത്രമേ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എത്ര പാപങ്ങളുടെ? 196. ഓർക്കണം കേട്ടോ, 196 പാപങ്ങളുടെ. പിന്നെ കേട്ടാൽ അറക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന പത്രങ്ങൾ എടുക്കുമ്പോൾ, ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന തിന്മകളെ കുറിച്ചോർത്ത് നമ്മുടെ ഉള്ളിങ്ങനെ പെടയൂല്ലേ? മനുഷ്യൻ ഇങ്ങനെ വഴിതെറ്റിപ്പോയോ? എന്തൊരു വഴിപിഴച്ച ജനമാണെന്ന് നമുക്ക് തോന്നും. നമുക്ക് പരിചയമുള്ള വ്യക്തികൾ പോലും ചെയ്യുന്ന ചില തിന്മകൾ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 11 മുതൽ 16 വരെയുള്ള തിരുവചനം. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്, സിൻ ബിഗറ്റ് സിൻ. ദൈവം പാപത്തെ അനുവദിക്കുന്നുമില്ല. മനുഷ്യന്റെ കുടിലമായ അവന്റെ തിന്മ നിറഞ്ഞ മനോഭാവമാണ് പുതിയ പാപങ്ങൾ സൃഷ്ടിക്കപ്പെടാനായിട്ട് ഇടയാകുന്നത്. അതാണ് പുതിയ പാപങ്ങൾ സൃഷ്ടിക്കപ്പെടാനായിട്ട് ഇടയാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പാപത്തെക്കുറിച്ച് ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പാപബോധം തരികയാണ്. ശരിയേത് തെറ്റേതെന്ന് ബോധ്യപ്പെടുത്തി തരാനായിട്ട് ഇടയാകുകയാണ്. അതുകൊണ്ട് മനസ്സ് തുറന്ന് ഈ സന്ദേശങ്ങളെ സ്വീകരിക്കാൻ ഏറ്റവും പ്രത്യേകമായിട്ട് തയ്യാറാകുക. ചേർന്ന് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അത്യാധുനിക 2021 കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ പ്രസന്റ് ജനറേഷന്റെ ഒരു കുഴപ്പം എന്താണെന്നറിയാവോ? ശരിയേത് തെറ്റേതെന്ന് വിവേചിച്ചറിയാനായിട്ട് നമുക്ക് പറ്റണില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നില്ല. ഇങ്ങനെ കുഴഞ്ഞു കിടക്കുകയാണ്. ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ചോയ്സ് നടത്താൻ പറ്റുന്നില്ല. തെറ്റിലേക്ക് വീണു പോവുകയാണ്. എല്ലാ തെറ്റുകൾക്കും അവർ ന്യായവാദം കണ്ടെത്തുകയാണ്. ഇത് ഭയാനകമായ ഒരു അവസ്ഥയാണ് കേട്ടോ. നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ കരാട്ടെ പഠിപ്പിച്ചാലും ഏത് ബിരുദം പഠിപ്പിച്ചാലും നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞ് നന്മ തിരഞ്ഞെടുക്കാനുള്ള ആ പ്രത്യേകമായ മേഖലയെ അവരെ പരിശീലിപ്പിക്കുക നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്ത് പരിശീലനം കൊടുത്താലും നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള പ്രത്യേകമായ ഒരു അനുഭവം അത് പഠിപ്പിച്ചു കൊടുക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നാളുകൾക്ക് മുമ്പാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു അച്ഛൻ ഈ പിള്ളേരുടെ ധ്യാനത്തിന് എന്നെ ക്ഷണിച്ചു. ക്രിസ്ത്യൻ പിള്ളേരുടെ ധ്യാനമാണ്. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, അച്ഛാ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഈ നുണ പറയരുതെന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. 1 മണിക്കൂറാണ് സമയം തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 1 മണിക്കൂർ എങ്ങനെ പ്രസംഗിച്ചാലാകണം, ഞാനൊരു അരമണിക്കൂർ പറഞ്ഞിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാം. അങ്ങനെ പിള്ളേർക്ക് തിരുത്തി കൊടുക്കാനുള്ള മനസ്സോട് കൂടിയിട്ട് അരമണിക്കൂർ പ്രസംഗിച്ചു. പിള്ളേരോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചു. ഉടൻ തന്നെ ഫ്രണ്ടിലിരുന്ന പയ്യൻ എഴുന്നേറ്റ് കൈ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, ഫാദർ എനിക്കൊരു ഡൗട്ടുണ്ട്.
ഞാൻ ചോദിച്ചു, എന്താ മോനെ നിൻ്റെ ഡൗട്ട്? അവൻ്റെ സംശയം ഇതാണ്, നുണ പറയുന്നത് കൊണ്ടല്ല കുഴപ്പം, നമ്പർ അടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. എനിക്കും അത് പിടുത്തം കിട്ടിയില്ല. സെമിനാരിൽ കുറേ വർഷമൊക്കെ പഠിച്ചാണ്. ഇതുപോലൊരു ക്ലാസിഫിക്കേഷൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ എൻ്റെ അജ്ഞത അവൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ചോദിച്ചു, മോനെ ഈ നുണയും നമ്പറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ അപ്പന് 300 ഏക്കർ തൊയിലത്തോട്ടമുണ്ട്. കടയിൽ പോകുന്നത് BMW കാറിലാണ്, ഓഫീസിൽ പോകുന്നത് ഹെലികോപ്റ്ററിലാണ് എന്നുള്ള രീതിയിൽ ബഡായി പറയാൻ ഉപയോഗിക്കുന്ന കളവുകളെയാണ് നമ്പർ എന്ന് പേരിട്ട് വിളിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ ബാധിക്കുന്ന കളവുകളാണ് എന്താണ് നുണയെന്ന് പേരിട്ട് വിളിക്കുന്നത്. ജീവിതത്തിൽ സ്ഥിരമായിട്ട് നമ്പർ അടിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. താളത്തിന് വെച്ച ഹല്ലേലൂയ പറയരുത്, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ചിലര് തീരുമാനം എടുത്തിട്ടുണ്ട് ഇങ്ങനെ പോകുന്നത് വരെ ഹല്ലേലൂയ പറയൂലെന്ന്. ദൈവസാന്നിധ്യ സ്മരണയാണ്. ഒരു കാര്യം ഓർത്തേക്കണം കേട്ടോ, ഒരു കാര്യം വ്യക്തമായിട്ട് ഓർത്തേക്കണം. ഈ കാലം പുരോഗമിക്കുന്നതോറും ഒരു പാപത്തിനും ന്യായവാദം ഉണ്ടാകണില്ല, വെളുക്കണില്ല. നിങ്ങൾ ഏത് ഡിറ്റർജന്റ് വെളുപ്പിച്ചാലും ഒരു പാപവും വെളുക്കൂല, ഒരു പാപവും വെളുക്കില്ല. എന്ത് ന്യായവാദം പറഞ്ഞാലും ശരി, എവിടെ നിന്ന് ഏത് പുതിയ സിദ്ധാന്ത ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നാലും, അതേത് ആത്മീയ ഗുരു പറഞ്ഞാലും ഒരു കാര്യം ഓർക്കുക, ഈ വചനഗ്രന്ഥത്തിൽ തെറ്റെന്ന് പറഞ്ഞ കാര്യം ലോകത്തിന്റെ അന്ത്യം വരെ തെറ്റ് തന്നെ ആയിരിക്കും. എത്ര പുതിയ സിദ്ധാന്തം ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നാലും ഈ വചനഗ്രന്ഥത്തിൽ തെറ്റെന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെ ആയിരിക്കും. ലോകത്ത് വലിയ വ്യത്യാസങ്ങളും മാറ്റങ്ങളും വികസനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു തെറ്റും അങ്ങനെ അംഗീകരിക്കപ്പെടുകയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വചനം ഇവിടെയുണ്ട്. കുത്തിയിരുന്ന് വായിച്ച്, പ്രത്യേകിച്ച് മാതാപിതാക്കള് ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ട ഒരു വചനം. വിവാഹം ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനായിട്ട് ഒരുങ്ങുന്ന മാതാപിതാക്കള്, പ്രിയപ്പെട്ടവർ സ്വീകരിക്കേണ്ട ഒരു വചനം എന്താണ് രേഖപ്പെടുത്തിയിരിക്കണേന്നറിയാവോ? മത്തായി 5:17. മത്തായി 5:17 അവിടെ ഇങ്ങനെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലയിലെ പ്രസംഗത്തിൽ കർത്താവ് പറയുകയാണ്, ഈ നിയമങ്ങൾ ഇല്ലാതാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. അതെത്ര ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, ലോകത്തിന്റെ അന്ത്യം വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഈ നിയമത്തിന്റെ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റാൻ എനിക്ക് അവകാശമില്ല. പുത്രനായ ദൈവം മരണ കാര്യമാണെന്ന് ഓർക്കണം കേട്ടോ. എന്നിട്ട് അടുത്ത കാര്യം പറയുന്നു, ഈ നിയമം അത് എത്ര ചെറുതായിക്കൊള്ളട്ടെ, അത് ലംഘിക്കാൻ നിങ്ങൾ ആരെയെങ്കിലും പ്രേരിപ്പിക്കുന്നെങ്കിൽ അവൻ ന്യായവിധിക്കർഹനാകും, അവൻ സ്വർഗരാജ്യത്തിലെ ചെറിയവനായിരിക്കും. എന്നാൽ ഈ നിയമം അനുസരിക്കാൻ നിങ്ങൾ ആരെയെങ്കിലും പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിലെ വലിയവനായിരിക്കും. ബൈബിളിൽ അങ്ങനെയല്ലേ പറയണത്? അങ്ങനെ തന്നെയാ പറയണത്. ഓർത്തേക്കണം കേട്ടോ, നിർബന്ധമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണിത്. മാറ്റം വരുത്തരുത്, ന്യായവാദം കൊടുക്കരുത്. ഒരു തെറ്റിനും ദൈവം ഇങ്ങനെ സമ്മതം മുഴുകയല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു വചനം കൂടെ നിങ്ങൾ കേട്ടോ. പ്രഭാഷകൻ 15:20. പ്രഭാഷകൻ 15:20 കൃത്യമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. പ്രഭാഷകൻ 15:20 എന്താണെന്നറിയാവോ? പാപം ചെയ്യാൻ അവിടെ നിന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. ഓർത്തേക്കണം, പാപം ചെയ്യാൻ അവിടെ നിന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപത്തെക്കുറിച്ച് ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ വചനപ്രഘോഷണം നടക്കുന്ന സമയത്ത് ഒരു കാര്യം ഓർത്തേക്കുക, ദൈവം നമ്മളെ ജീവനിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു കാര്യമാണ്. യോഹന്നാൻ 10:10 പിശാച് എന്തിനു വരുന്നുവെന്നും അവിടെ നിന്ന് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിശാച് വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് അവൻ വരുന്നത്. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. യേശു കർത്താവ് വരണം എന്താണ്? ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു കാര്യം ഓർക്കുക, കർത്താവ് നിന്നോട് ഇപ്രകാരം ഇവിടെ നിന്ന് മാറണമെന്ന് നിന്നോട് ആവശ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് മാറാനായിട്ട് ഏറ്റവും പ്രത്യേകമായി നിന്റെ ഭാഗത്ത് നിന്നൊരു ശ്രമം ഉണ്ടായിരിക്കണം. ഈ ധ്യാനത്തിന്റെ 2ാമത്തെ ദിവസം അനുഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ,
തിന്മയുടെ വഴികളെ ഉപേക്ഷിക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. വലതുരത്തി എന്ന് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, സർവ്വത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ബൈബിളില് പാപത്തിൽ വീണുപോയി തിരിച്ചു വന്നൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. പാപത്തിൽ വീണുപോയി തിരിച്ചു വന്നൊരു മനുഷ്യൻ. പാപത്തിൽ വീണുപോയപ്പോൾ അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും തിരിച്ചു വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇങ്ങനെ ബൈബിള് പ്രത്യേകമായിട്ട് പഠിക്കുന്നതിനിടയിൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ പാപം എന്ന് പറയുന്ന ഈ യാഥാർത്ഥ്യത്തെ വിശേഷിപ്പിക്കാൻ പുതിയ നിയമത്തിൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് ഗ്രീക്കില് ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ വാക്കോട് പറയണത്. ആ വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഹമർത്തിയ എന്ന്. ഹമർത്തിയ എന്താണ്? ഈ ഹമർത്തിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്നുള്ളതാണ് മിസ്സിംഗ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റിപ്പോകുന്ന അവസ്ഥാവിശേഷം. അതാണ് ഈ വാക്കിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അർത്ഥം, വാച്യാർത്ഥം. മിസ്സിംഗ് ദ മാർക്ക്. എന്താണ് അതിന്റെ പ്രത്യേകത എന്നറിയാവോ? അതിന് പുറകിലൊരു സംഭവമുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ഗ്രീസ് എന്ന് പറയുന്നത് വിജ്ഞാനികളെ പോലെ തന്നെ കായിക മാമാങ്കങ്ങളുടെ കേന്ദ്രമാണ്. ഒളിമ്പിക്സ് ഒക്കെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞതല്ലേ. ഒളിമ്പിക്സ് ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഏതൻസിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഗ്രീസാണ് ഈ കായിക മാമാങ്കത്തിന്റെ എല്ലാം പ്രത്യേകമായൊരു ഇടം. അപ്പോൾ ഈ കായിക വിനോദങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരുന്നു ഈ അമ്പെയ്ത്ത് മത്സരം എന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ അമ്പെയ്ത്ത് മത്സരം വളരെ പോപ്പുലറായിട്ട്, നമ്മുടെ ഇടയിൽ ഇപ്പോൾ ക്രിക്കറ്റ് പോലെ തന്നെ അവരുടെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു മത്സരമാണ് ഈ അമ്പെയ്ത്ത് മത്സരം. ഈ അമ്പെയ്ത്ത് മത്സരത്തിൽ ഇങ്ങനെ അവരുടെ കയ്യിൽ അമ്പ് കൊടുക്കും, അതോടൊപ്പം തന്നെ വില്ലും കൊടുക്കും. അതിങ്ങനെ വെച്ചിട്ട് ഉന്നം വെച്ചിട്ട് അതിങ്ങനെ പായിച്ച് വിടും. വിജയിക്കുന്ന വ്യക്തി എങ്ങനെയാണ് വിജയിക്കുന്നത്? ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ വന്ന് ഈ അമ്പ് തറച്ചാൽ മാത്രമേ അവർ വിജയിക്കുകയുള്ളൂ. അതിനെയാണ് അപ്പൊ ലക്ഷ്യം തെറ്റിപ്പോയാൽ ഫൗളിനെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഹമർത്തിയ. ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്, അത് കൃത്യമായിട്ട് അവനെ തറച്ചിട്ടില്ലെങ്കിൽ ഹമർത്തിയ എന്ന് വെച്ചാൽ അത് ഫോൾസ് ആണ്, ഫൗളാണ്, ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടു പോയി. ഇതേ വാക്ക് തന്നെയാണ് ദൈവം നമ്മളെ കുറിച്ചൊരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. പാപം ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്ത് നമ്മൾ എത്തുന്നില്ല. നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോവുകയാണ്, ഫൗളായി പോവുകയാണ്, ഡിസ്ക്വാളിഫൈഡ് ആയി പോവുകയാണ്, പിന്തള്ളപ്പെട്ടു പോവുകയാണ്. നിനക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം തിരിച്ചറിയുക, നിന്റെ തെറ്റുകളെ തിരുത്താനും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനും നിനക്ക് സാധിക്കണം. വലതുരുത്തി എന്ന് പറയാവോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശ്വരത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമുക്കിനി ആ വചനത്തിലേക്ക് വരാം. ഈ വചനത്തിലെ വ്യക്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അഭിഷേകത്തിന്റെ നിറവിൽ നിന്നിട്ട് താഴേക്ക് നിലംപതിച്ചു പോയ, പെട്ടെന്ന് നിലംപതിച്ചു പോയൊരു മനുഷ്യൻ. അവന്റെ പേരാണ് ദാവീദ്. നമുക്കറിയാം ഈ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു പിഴവ് എന്താണെന്നും കൂടെ നമുക്കറിയാം. ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു പിഴവ് എന്താണെന്നറിയാവോ പ്രിയപ്പെട്ടവരെ? അവൻ ഒരു തെറ്റ് ചെയ്തു. സാമുവേലിന്റെ 2-ാമത്തെ പുസ്തകം അതിൻ്റെ 11 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ, സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഈ അധ്യായങ്ങളൊന്ന് വായിക്കുന്നത് വളരെ നല്ലതാണ്. 2 സാമുവേൽ 11 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ, വചനങ്ങളല്ല അധ്യായങ്ങൾ. ഇതില് ദാവീദിനൊരു വീഴ്ച സംഭവിക്കുന്നുണ്ട്. ആദ്യത്തെ വീഴ്ചയുടെ കാര്യം ഞാൻ പറയാം. അത് സാമുവേലിന്റെ 2-ാമത്തെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചനങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന വസന്തകാലത്ത് ദാവീദ് സായാഹ്നത്തിൽ എഴുന്നേറ്റു. അവൻ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ദൂരെ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൻ വീണ്ടും നോക്കി. അവൻ അവളെ കൊട്ടാരത്തിലേക്ക് വിളിച്ച് അവളുമായി പാപം ചെയ്തു. ഇതാണ് വചനത്തിൽ നമ്മൾ വായിക്കുക. പിന്നീട് നീണ്ട നിരകളാണ്, തെറ്റിന്റെ ഒരു നീണ്ട നിരയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഉത്തരവാദിത്വം മറന്ന് ദാവീദ് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. വസന്തകാലത്ത് രാജാക്കന്മാരുടെ ഉത്തരവാദിത്വം എന്തായിരുന്നു?
രാജാക്കന്മാരുടെ ഉത്തരവാദിത്വം യുദ്ധത്തിന് പോയി രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് മറന്ന് കുടിച്ച് മത്തനായി കിടന്നുറങ്ങി അലസനായി സമയം ചെലവഴിച്ച് അവൻ സായാഹ്നത്തിൽ എഴുന്നേറ്റ് ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ നടക്കുന്ന അലസനായി നടക്കുന്ന സമയത്താണ് ഈ തിന്മ കാണാനായിട്ട് ഇടവന്നത്. അത് അവന്റെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണമായി. പിന്നീട് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നു. ആ ബത്ശബ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഭർത്താവ് ഊറിയ ദാവീദിന്റെ ഒരു ഭടനാണ്. അവനെ ചതിയിൽപ്പെടുത്തി ഈ പാപം മറച്ചു വെക്കാൻ കൊന്നുകളയുകയാണ്. ഈ സംഭവങ്ങൾക്കൊടുവിൽ നാഥാൻ പ്രവാചകൻ കൊട്ടാരത്തിലേക്ക് വന്ന് ഒരു വ്യക്തി തൻ്റെ അയൽക്കാരന്റെ ആടിനെ കവർന്നെടുത്ത് അതിനെ കൊന്ന് വിരുന്നൊരുക്കിയ കഥ രാജാവിനോട് പറയുന്നു. ധാർമ്മിക രോക്ഷം കൊണ്ട് തൻ്റെ ഈ വസ്ത്രമൊക്കെ ഇങ്ങോട്ട് കീറിയിട്ട് ദാവീദ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ധാർമ്മിക രോക്ഷം കൊണ്ട് ആരാണ് ആ മനുഷ്യൻ? ആരാണ് ആ മനുഷ്യൻ? അത്രമാത്രം ധാർമ്മിക രോക്ഷം കൊള്ളുകയാണ്. ധനാഢ്യനായിരുന്നിട്ടും അയൽക്കാരന്റെ ചെറിയ ആടിനെ കൊന്ന് കറി വെച്ച് വിരുന്നൊരുക്കിയ ആ ദുഷ്ടനാരാണ്? നാഥാൻ അവന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയണ എന്താണ്? ആ മനുഷ്യൻ നീ തന്നെ. ഈ കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ കണ്ണുനീരിന്റെ നനവോടുകൂടെ ദാവീദ് ഒരു സങ്കീർത്തനം എഴുതി. ആ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ഈ 51-ാമത്തെ സങ്കീർത്തനത്തിൽ പാപിയായ ഒരു മനുഷ്യന് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ദാവീദിന് മാത്രമല്ല, നമുക്കും നഷ്ടപ്പെട്ടു പോകും. ഒരു പാപം ചെയ്യുമ്പോൾ, അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്കും നഷ്ടപ്പെടുന്ന 3 കൃപകൾ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 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 51-ാമത്തെ സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ തിരുവചനം 51:10. 51-ന്റെ 10-ൽ ദാവീദ് ഇങ്ങനെ മുട്ടുകുത്തി കരഞ്ഞ് ഇരു കരങ്ങളും പിടിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാവോ? നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണേ കർത്താവേ. നിർമ്മലമായൊരു ഹൃദയം കർത്താവേ എന്നിൽ അങ്ങ് സൃഷ്ടിക്കണേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കണേന്നറിയാവോ? ഈ നിർമ്മലത്വം, നിഷ്കളങ്കത, വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള നിർമ്മലത്വം, നിഷ്കളങ്കത, വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 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 ഹൃദയം കഠിനമാകും. ഹൃദയം കഠിനമാകും. നിർമ്മലത്വം നഷ്ടപ്പെട്ടു പോകും. ദാവീദിന് സംഭവിച്ച വലിയൊരു പരാജയമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഒരു കാര്യം കണ്ടിട്ടുണ്ട്. ശത്രുക്കളായ വ്യക്തികളെ കൊല്ലാൻ അവസരം കിട്ടുമ്പോഴും ദാവീദ് അതിന് അനുവദിക്കുമായിരുന്നില്ല. വേണ്ട എന്ന് പറയും. അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനായിട്ട് ദാവീദ് കിണഞ്ഞ് പരിശ്രമിക്കുമായിരുന്നു. അത്രമാത്രം നിർമ്മലത്വം ഉണ്ടായിരുന്നവനാണ്. എന്നാൽ പാപം ചെയ്തപ്പോൾ അവന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഈ ബത്ശബ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ്, പാവം പിടിച്ച ഊറിയ എന്ന് പറയുന്ന മനുഷ്യൻ, എത്ര ക്രൂരമായിട്ടാണ് അവനെ കൊന്നു കളയുന്നത്. യുദ്ധമുഖത്ത് നിന്ന് അവനെ തിരിച്ചു വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വീട്ടിൽ പോയി കിടക്കാൻ പറയും. തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ആ പിഴവ്, തെറ്റ് ആരുടെയെങ്കിലും തലയിൽ അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള സവിശേഷമായ ശ്രമം. എന്നാൽ ആ പാവം മനുഷ്യന്റെ സത്യസന്ധത കാണണം. രാജാവ് രാജകൊട്ടാരത്തിൽ യുദ്ധത്തെക്കുറിച്ച് ഉത്കണ്ഠാകുലനായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് അവൻ വീട്ടിൽ പോയി ഭാര്യയുടെ കൂടെ കിടന്നില്ല. മറിച്ച് തൻ്റെ കൂടെയുള്ള ഭടന്മാരുടെ കൂടെ രാജകൊട്ടാരത്തിന് സമീപത്തായി പോയി കിടന്നത്. ആ പരിപാടി തകർന്നപ്പോൾ പ്ലാൻ ബി പുറത്തേക്കെടുത്തു. എന്താ ചെയ്തത്? അവനെ പറഞ്ഞു വിട്ടു, എഴുത്തെഴുതി പറഞ്ഞു വിട്ടു. യുദ്ധമുഖത്ത് മുന്നിലേക്ക് നിർത്താൻ പറഞ്ഞു. ശത്രുക്കൾ വരുമ്പോൾ പിൻവാങ്ങാൻ പറഞ്ഞു. അങ്ങനെ ക്രൂരമായി അവനെ ഇങ്ങനെ കുടില ബുദ്ധിയോടുകൂടെ കൊന്നുകളയാനായിട്ട് ദാവീദ് ശ്രമിച്ചു. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റ് ചെയ്താൽ എന്താ കുഴപ്പം? ഒരു പാപം ചെയ്താൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്.
ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 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 ചിലപ്പോൾ മദ്യപിക്കുന്ന വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ടാവും. മദ്യം എന്ന് പറഞ്ഞാൽ അറിയാവുന്ന വിചാരിക്കുന്നു അല്ലേ? ചുവന്ന നിറത്തിലെ സാധനം. ചില ചേട്ടന്മാർ ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗുണമുണ്ട് കേട്ടോ, ചിരിച്ചാലും കരഞ്ഞാലും ഒന്നും മനസ്സിലാകുന്നില്ല. ഈ മദ്യപിക്കുന്ന ചേട്ടന്മാർക്ക് മദ്യപിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കും. ഈ സിനിമയിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ പരിഹസിച്ച് ഒരുപാട് കാര്യം പറയും നമ്മുടെ ധ്യാന ശുശ്രൂഷകളൊക്കെ. എന്തുകൊണ്ടാ നമുക്കിങ്ങനെ വീഴ്ചകൾ വരണത്? എന്തുകൊണ്ടാ പാപത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കാത്തത്? അതിന്റെ പുറകിലൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പാപം ചെയ്യാനുള്ള ഒരു ആസക്തി കിടപ്പുണ്ട്. പാപം ചെയ്യാനായിട്ടുള്ള ഒരാസക്തി നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ട്. അതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഒരു താൽക്കാലികമായൊരു സുഖമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പാപം ചെയ്യാനായിട്ട്. അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിനെ അതിജീവിക്കണം. ഇപ്പോ നമ്മള് ദൈവവചനം പറയുന്നതിനേക്കാൾ രണ്ട് കുറ്റം പറയുന്ന നല്ല സുഖമല്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ട റോക്കി അച്ഛനെ കുറിച്ച് രണ്ടൊരു കുറ്റം, എന്തൊരു രസമാണ്. ഒന്നും വേണ്ട. ഇവിടെ അടുത്തുള്ള ബീവറേജിന്റെ ഔട്ട്ലെറ്റ് എവിടെയാണ്? ഇത്രയും നല്ല ആൾക്കാർ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ബീവറേജിന്റെ ഔട്ട്ലെറ്റ് എവിടെയാന്ന് പോലും അറിഞ്ഞു. ഇവിടെ ആലുവയിൽ അവിടെ ബാങ്ക് ജംഗ്ഷനിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. അതിന്റെ മുമ്പിൽ കൂടി വണ്ടിക്ക് പോകാറുണ്ട്. നിങ്ങൾ അവിടെയുള്ള ക്യൂ കണ്ടിട്ടുണ്ടോ? എന്താ ക്യൂ! എന്നാൽ ബൈപ്പാസ് ജംഗ്ഷനിൽ ജ്യൂസി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. പറ്റുമെങ്കിൽ ആ കടയിൽ കയറിയിട്ട് നല്ല ആപ്പിൾ ജ്യൂസും മാംഗോന്റെ ഒരു ഷെയ്ക്കൊക്കെ കിട്ടും. ഞാൻ ആ കടയിൽ ഇതുവരെ ഒരു തിരക്കും കണ്ടിട്ടില്ല. പക്ഷെ ബിവറേജിന്റെ അവിടെയോ ഈ നവരാത്രി ഉത്സവമൊക്കെ കഴിയുന്നതിന് മുമ്പ് 2 ദിവസമൊക്കെ എന്നാ തിരക്കായിരുന്നു. നല്ല ശരീരത്തിന് ആരോഗ്യം പകർന്നു തരുന്ന ഈ ആപ്പിൾ ജ്യൂസോ അല്ലെങ്കിൽ ഷെയ്ക്ക് കുടിക്കാനോ തിരക്കില്ല. ആരോഗ്യത്തിന് ഹാനികരമായുള്ള മദ്യം കുടിക്കാനായിട്ട് താല്പര്യമാണ്. ഞാൻ നിങ്ങളോട് രണ്ടാമതൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഷാലോൺ TV കാണുന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ ഫ്ലവേഴ്സ് കാണുന്നതാണോ ഇഷ്ടം? ഷാലോം, എത്രയോ നല്ല ആൾക്കാർ. ഇനി ധ്യാനത്തിന്റെ ആവശ്യമില്ലല്ലോ. ഷാലോം കാണും. ഏഷ്യാനെറ്റിൽ നിന്ന് ഫ്ലവേഴ്സിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ യാത്ര ചെയ്യും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒരാസക്തി ലൗകിക വസ്തുക്കളിൽ കിടപ്പുണ്ട്. അതിനെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതിനെ മറികടക്കാനായിട്ട് സാധിക്കുന്നില്ല. ചില ബലഹീനതകളിൽ നമ്മൾ ന്യായീകരിക്കും, മദ്യം ഉപേക്ഷിക്കും. എന്നിട്ടൊരു കാര്യം കൂടി പറയും, ചിലപ്പോ ഇടക്കൊക്കെയിൽ പിശാച് കയറി പിടിക്കും. ഈ ബലഹീനതയിൽ കയറി പിടിക്കും. ഉപേക്ഷിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിക്കാനുള്ളൊരു സന്മനസ് വേണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നീ ഒരു തിന്മയുടെ പടുകുഴിയിലാണെങ്കിൽ അതിൽ നിന്ന് നിനക്ക് വിടുതൽ ലഭിക്കുന്നില്ല എന്ന് നീ കരുതുന്നെങ്കിൽ ഒരു കാര്യം ഓർക്കാൻ, നിനക്ക് വിടുതൽ കിട്ടും. എത്ര വലിയ കുരുക്കായിരുന്നാലും അതിൽ നിന്ന് വിടുതൽ കിട്ടും, ഒരു സംശയവും വേണ്ട. പക്ഷേ ഉപേക്ഷിക്കാനുള്ള, പരിപൂർണമായിട്ട് ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സ് നിർബന്ധമായിട്ട് നിനക്ക് വേണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 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 ഓർക്കണം പ്രിയപ്പെട്ടവർ, ഈ ആസക്തി അതിജീവിക്കാൻ സാധിച്ചാൽ നിന്റെ ജീവിതം രക്ഷപ്പെട്ടു. ഈ ആസക്തി ഒരു ലഹരിയാണ്, നമ്മളെ പിടികൂടുകയാണ്. ഈ ലഹരിയെ മറ്റൊരു ലഹരി കൊണ്ട് അതിനെ അതിജീവിക്കണം. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 6:33. എന്താണ്? നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എന്നിട്ട് റോമാലേഖനം അതിന്റെ 14:17 എന്താണ് ദൈവരാജ്യം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് സ്വർഗം? എന്താണ് സ്വർഗരാജ്യം? അവിടെ മദ്യത്തിന്റെ ഒഴുക്കാണോ? നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ കിട്ടാനായിട്ടുള്ള വലിയൊരു സൗകര്യമാണോ? അതൊന്നുമല്ല. കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമ 14:17 എന്താ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അറിയാവോ? അത് നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമാണ്. ദൈവം എന്ന് പറയുന്ന ലഹരി നമുക്ക് ലഭിക്കും. ആ ലഹരിയെ അതിജീവിക്കാൻ ലോകത്തെ ഒരു ലഹരിക്കും സാധിക്കുകയില്ല. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ചില വ്യക്തികൾ മദ്യപാനം നിർത്തുന്നത് കണ്ടിട്ടില്ലേ? ചില ബന്ധങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത് കണ്ടിട്ടില്ലേ? ചില തിന്മകൾ ഉപേക്ഷിക്കുന്നത് കണ്ടിട്ടില്ലേ? വിശുദ്ധമായി ജീവിതം നയിക്കുന്നത് കണ്ടിട്ടില്ലേ? ചില തെറ്റായ അനുഭവത്തിലൂടെ കടന്നുപോയവർ വളരെ ഹൃദയം നിറഞ്ഞ സമർപ്പണ ജീവിതം നയിക്കുന്നത് കണ്ടിട്ടില്ലേ? ഞാൻ ഇന്ന് ഓർക്കുന്നൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവര്. ഒരു 6-7 കൊല്ലങ്ങൾക്ക് മുമ്പാണ് എന്നെ സെമിനാരി പഠിപ്പിച്ച എൻ്റെ അധ്യാപകനായ അച്ഛൻ എൻ്റെ അടുക്കലേക്ക്, അച്ഛൻ്റെ ഇടവകയെന്ന് ഒരു പയ്യനെ പറഞ്ഞു വിട്ടു. ഞാൻ തിരുവനന്തപുരത്താണ്.
ആശ്രമത്തിൽ സുപ്പീരിയർ അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ. ഈ പയ്യൻ എൻ്റെ അടുക്കൽ വന്നിട്ട് അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും ഇവൻ്റെ കാര്യം ഇങ്ങനെ കേൾക്കാതെ വിടരുത്, അത്രമാത്രം നിർബന്ധമാണ്. ഞാൻ ആ പയ്യൻ്റെ അടുക്കലിരുന്ന് സംസാരിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കടുത്ത അശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, എംടെക്കുകാരൻ. പ്രമുഖമായ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ. തന്നെക്കാലം പ്രായം കൂടിയ അക്രൈസ്തവയായ വിവാഹിതയായ ഒരു സ്ത്രീയുമായിട്ട് അവിഹിതമായ ബന്ധമുണ്ട്. വലിയ തിന്മയുടെ ഒരു അനുഭവം. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ചോ എനിക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വലിയ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. അവൻ പറയണു, കണ്ണു തുറന്ന് ആരെ നോക്കിയാലും അശുദ്ധമായ കാഴ്ചപ്പാടോടെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മറുപടി എന്താണ്? നീ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടുക. അത് പറഞ്ഞു തീർന്നതും അവൻ്റെ കയ്യിലിരുന്ന ഒരു ലെതറിന്റെ പൗച്ച് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തുറന്നിട്ട് ഒരു ചെറിയ ഒരു പുസ്തകം എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു. ആ പുസ്തകം എടുത്ത് അതിൻ്റെ അകത്ത് ഞാൻ വായിച്ചു നോക്കി. മറ്റൊന്നുമല്ല, ഏകദേശം 23 ധ്യാനങ്ങൾ ഓൾറെഡി അവൻ കൂടിയിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖമായ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും പ്രമുഖമായ ധ്യാന ഗുരുക്കന്മാരുടെ അടുക്കലൊക്കെ അവൻ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഗുരുവായ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്രയും ഇങ്ങനെ ജീവിക്കുന്ന ഈ പയ്യനെ എന്തിനാണ് അച്ഛൻ്റെ അടുക്കലേക്ക് വന്നത്? ഒരു സ്നേഹനിർബന്ധം എന്നോടുള്ളത് കൊണ്ട് അച്ഛനൊരു കാര്യം പറഞ്ഞു, നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്, നിന്റെ കയ്യിലാണ്. ഞാനൊരു കാര്യം കൂടെ തിരിച്ചറിഞ്ഞു, അവൻ ഇനി പുറത്തേക്ക് പറഞ്ഞു വിട്ട ഒരു പ്രശ്നമുണ്ട്, അവൻ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്തിരിക്കും. ഉറപ്പാണ്, ഒരു സംശയമില്ല, അവൻ ആത്മഹത്യ ചെയ്തിരിക്കും. ഞാൻ ആകെ ഭയപ്പെട്ടു പോയി. ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞു, എന്തായാലും നീ ലോങ് ലീവ് എടുത്തിട്ട് എൻ്റെ കൂടെ കഴിഞ്ഞോളാൻ പറഞ്ഞു. കാരണം ഞങ്ങൾ രണ്ടച്ഛന്മാർ മാത്രമേ ഉള്ളൂ. ഈ പയ്യൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏകദേശം എല്ലാ ദിവസവും കുമ്പസാരിക്കും. ഒന്നില്ലെങ്കിൽ എൻ്റെ അടുക്കൽ, അല്ലെങ്കിൽ സുപ്പീരിയർ അച്ഛൻ്റെ അടുക്കൽ. ഈ പയ്യനെ കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് വലിയൊരു വിഷമമാണ്. കാരണം അത്രമാത്രം തകർന്ന ഒരു വ്യക്തി. എന്നാൽ പതിയെ അവൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നത് കാണാനായിട്ട് തുടങ്ങി. ഞാൻ അവനോടൊരു വചനഭാഗം പറഞ്ഞു. ഇന്നലെ എഴുതിയെടുത്തതാണ്. ഇന്നലെ നമ്മൾ കേട്ടൊരു വചനമാണ്. സങ്കീർത്തനം 34:5 3, 4, 5 ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ശക്തമായൊരു വചനമാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ പോയിരിക്കുമ്പോൾ എന്ത് പ്രക്രിയയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവരാരും ലജ്ജിതരാകാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല. ഈ പയ്യനോടൊരു കാര്യം പറഞ്ഞു, നീ കർത്താവിൻ്റെ വചനം എടുത്ത് വായിക്കുക, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ പോയിരിക്കുക. അവനൊരു എക്സസൈസ് ഞാൻ പറഞ്ഞു കൊടുത്തു. 23-ാമത്തെ സങ്കീർത്തനം മുതൽ 91-ാമത്തെ സങ്കീർത്തനം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും പ്രതിസന്ധിയിലോ പ്രശ്നങ്ങളിലോ വീഴ്ചകളിലോ ആണ് എങ്കിൽ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ, വിശ്വാസ സംബന്ധിയായ തകർച്ചകളുണ്ടെങ്കിൽ ഈ കാര്യം, ഈ വചനഭാഗങ്ങൾ വായിക്കുക. ആരോടെങ്കിലും അങ്ങനെയുള്ള അനുഭവം നിങ്ങളോട് പങ്കുവെച്ച ഈ പ്രത്യേകമായ പ്രാർത്ഥന നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. 23-ാമത്തെ സങ്കീർത്തനം മുതൽ 91-ാമത്തെ സങ്കീർത്തനം വരെ. 23-ാമത്തെ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത എന്താണ്? കർത്താവ് എൻ്റെ ഇടയൻ. 91-ാമത്തെ സങ്കീർത്തനം ദൈവത്തിന്റെ സംരക്ഷണം, കർത്താവിന്റെ സംരക്ഷണം. ഇതാണ് 91-ാമത്തെ സങ്കീർത്തനം. ഇതിനിടയിലുള്ള സകല സങ്കീർത്തനങ്ങളും നമ്മളെ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി തരും. ഈ പയ്യൻ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും. അവൻ ആ വചനം വായിക്കാൻ തുടങ്ങി. പിന്നീട് ഞാനും അച്ഛനും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ അടുക്കൽ കുമ്പസാരിക്കാൻ വരുന്നതിൻ്റെ ദൈർഘ്യം കുറഞ്ഞു. നോയമ്പ് കാലം ആരംഭിച്ചപ്പോൾ ഞാൻ ധ്യാന ശുശ്രൂഷയായിട്ട് പോകും. അച്ഛൻ ഇടവക ഭരണമായിട്ട് ഉള്ള ഒരു വ്യക്തിയായതുകൊണ്ട് അച്ഛനും അങ്ങനെ പോകും. ഞങ്ങൾ രാത്രിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഈ പയ്യനെയാണ്. അങ്ങനെ നോയമ്പ് കാലത്തിൽ വിശുദ്ധവാരം എത്തി. അവൻ എൻ്റെ അടുക്കൽ വന്ന് നല്ലൊരു കുമ്പസാരം വീണ്ടും നടത്തി. കുമ്പസാരം എല്ലാം കഴിഞ്ഞ് പ്രത്യേകമായിട്ട് ദുഃഖവെള്ളിയാഴ്ച ഞാൻ ഈ പയ്യനുമായിട്ട് അടുത്തുള്ള ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് പോയി. ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, അച്ചോ ദൈവം എന്നെ സ്പർശിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. രാത്രി പ്രിയപ്പെട്ടവരെ ഞാൻ അവനോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ശനിയാഴ്ച തിരക്കായിരുന്നു. ഈ ഈസ്റ്റർ ഞായറാഴ്ച മറ്റൊരു പള്ളിയിൽ ശുശ്രൂഷ കഴിഞ്ഞ് പട്ടാപാതിരയായപ്പോൾ ഞാൻ മുറിയിൽ വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മുറിയിൽ ശക്തമായി മുട്ട് കേട്ട് ഞാൻ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പോയി. മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്കൽ വന്ന ആ പയ്യനല്ല ഇപ്പം കാണുന്നത്. അവൻ്റെ മുഖത്തുള്ള പ്രകാശം ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുക. ഞാൻ ചോദിച്ചു, നിനക്കിത് എന്താ പറ്റിയത്? അവൻ ചോദിച്ചു, എനിക്കൊന്നും പറ്റിയില്ല. ഇല്ല, നീ വന്നതുപോലെ ഒരു വലിയ നിന്റെ മുഖത്തേക്ക് നോക്കിയ
അത്രമാത്രം നമ്മൾ കണ്ണ് പറിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം ഒരു ചൈതന്യം, ഒരു സൗന്ദര്യമാണ്. അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, അച്ചോ ഇന്നലെ ദുഃഖവെള്ളിയാഴ്ച ദിവസം ഈ കുരിശിനെ ചുംബിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോടൊരു കാര്യം പറഞ്ഞു. എന്താ കാര്യം എന്നറിയാവോ? എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. ഇത്രയും നാൾ ഞാൻ ആഗ്രഹിച്ചത്, ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ഇഷ്ടം നിറവേറാനായിരുന്നു. എല്ലാം, എൻ്റെ ജീവിതത്തിലെ എല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. പൂർണ്ണമായൊരു ഉറപ്പ് കൊടുത്തിട്ടാണ് പോന്നേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഉറപ്പിൻ്റെ കാഠിന്യം ഞാൻ മനസ്സിലാക്കി. അവൻ എന്താ ചെയ്തതെന്നറിയാവോ? ആ ഫോണുകൾ, അവനുള്ള ഫോൺ മുഴുവൻ ഓഫ് ചെയ്തു. ഒരു കോണ്ടാക്റ്റും ഇല്ല. ഈസ്റ്റർ ഞായറാഴ്ച രാവിലെ ഒന്ന് ഓൺ ചെയ്തു. അത്യാവശ്യത്തിന് ഓൺ ചെയ്തപ്പോൾ ആ പ്രസ്തുത സ്ത്രീ അവനെ ഫോണിൽ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാനിങ്ങനെ നശിപ്പിച്ച് കളയും. നീയും ഞാനുമായുള്ള ചില പ്രൈവറ്റ് ഫോട്ടോസ് ഉണ്ട്, പേഴ്സണൽ ഫോട്ടോസ് ഉണ്ട്, അത് പലർക്കും അയച്ചു കൊടുക്കും. ഇങ്ങനെ ഒരുപാട് ഭീതിപ്പെടുത്തുന്ന മെസ്സേജസ് അയച്ചിരിക്കുന്നു. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, അവന് ഒരു കുലുക്കുമില്ല. സാധാരണ അച്ഛന്മാരായ ഞങ്ങൾക്കുള്ളൊരു പതിവാണ്, ഞങ്ങൾ ഈസ്റ്റർ ഞായറാഴ്ച രാവിലത്തെ കുർബാന കഴിയുമ്പോൾ മാതാപിതാക്കളെ സന്ദർശിക്കാൻ വീട്ടിൽ പോകാറുണ്ട്. ഞാൻ ആ വർഷം വീട്ടിൽ പോയില്ല. വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും വിളിച്ചപ്പോൾ പറഞ്ഞു, ഈ വർഷം എന്തായാലും വരണില്ല. ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന്, കാരണം എന്തെങ്കിലും സംഭവിച്ചവനെ സപ്പോർട്ട് ചെയ്യണമല്ലോ എന്നോർത്ത് അവിടെ ആശ്രമത്തിൽ അവൻ്റെ കൂടെ ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ കണ്ണിട്ട് നോക്കും, മെസ്സേജും എല്ലാം വരണം. അവനൊരു കുലുക്കുമില്ല. ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കളാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ച കഴിഞ്ഞു, വ്യാഴാഴ്ച കഴിഞ്ഞു. ഈ ഭീഷണിപ്പെടുത്തിയതൊന്നും അവന് സംഭവിച്ചിട്ടില്ല. ധൈര്യത്തോടു കൂടി ഇരിക്കുന്നു. വെള്ളിയാഴ്ച ഇപ്പം ഞാൻ പറഞ്ഞു ഫോൺ ഓൺ ചെയ്യാൻ പറഞ്ഞു, ഫോൺ ഓൺ ചെയ്തു. ഒരു കുഴപ്പമില്ല. അവൻ പറഞ്ഞൊരു കാര്യം, ഞാൻ കർത്താവിന് സമർപ്പിച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ നേരത്തെയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ ഒരു സുഖവും സന്തോഷമൊക്കെ കിടപ്പുണ്ടായിരുന്നച്ചോ. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പൂർണ്ണമായിട്ട് കൊടുത്തു. ആരെനിക്കെതിരെ ഭീഷണി പ്രയോഗിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നു. ഇടക്കിടക്കൊക്കെ ആ പയ്യൻ എന്നെ ഫോൺ വിളിക്കാറുണ്ട്. അവൻ ഫോൺ വിളിച്ചപ്പോൾ ഒരു ദിവസം പറഞ്ഞൊരു കാര്യം, വൈദികൻ എന്നുള്ള രീതിയിൽ എൻ്റെ ചങ്ക് തകർത്ത് കളഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാവോ? അവൻ പറഞ്ഞൊരു കാര്യം, അച്ചോ ഞാൻ അന്നത്തെ ദുഃഖവെള്ളിയാഴ്ചക്ക് മുമ്പ് അന്ന് നടത്തിയ കുമ്പസാരത്തിന് ശേഷം ഇതുവരെ കർത്താവിൻ്റെ കൃപാവരം നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിൽ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓർത്തേക്കിടം കേട്ടോ. പാപത്തിന്റെ ചെളിക്കുണ്ടിൽ ഇങ്ങനെ കുമിഞ്ഞു കിടന്നൊരു പയ്യൻ ദൈവത്തിന്റെ വചനം സ്വീകരിച്ച് ലഹരിയായി കർത്താവിനെ സ്വീകരിച്ച് അതിനെ അതിജീവിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്ക്, വിശുദ്ധാത്മാക്കളിൽ നിന്ന് വിവാഹം ചെയ്ത് 2 പിള്ളേരുമായിട്ട് അമേരിക്കയിൽ ജോലി ചെയ്യുകയാണ്. വിളിക്കുന്ന സമയത്ത് ആത്മീയ കാര്യങ്ങളാണ് പലപ്പോഴും സംസാരിക്കുക. അവൻ്റെ ആത്മീയ ബോധ്യങ്ങൾ പങ്കുവെക്കും. ആരോടും പങ്കുവെക്കാറില്ല. വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ മൊബൈലും മറ്റുമൊക്കെ യൂസ് ചെയ്ത് തെറ്റിലെ കുരുക്കിലേക്ക് വീണുപോയ വ്യക്തികൾക്ക് വേണ്ടി ത്യാഗത്തോടെ പ്രാർത്ഥിക്കും. വൈദികർക്ക് വേണ്ടിയിട്ട് ത്യാഗത്തോടെ പ്രാർത്ഥിക്കും. രഹസ്യമായ ശക്തമായ ഒരു ആത്മീയ ജീവിതത്തിന്റെ ഉടമയാണ്. മാതാപിതാക്കൾ വലിയ സന്തോഷവാന്മാരാണ്. ഭാര്യയും പറയുന്നൊരു കാര്യം, ഇത്രയും അനുഗ്രഹമുള്ളൊരു ജീവിത പങ്കാളി എനിക്ക് ലഭിക്കാൻ വേറെയില്ല. വലിയൊരു ധനാഢ്യമായ കുടുംബത്തിലൊരു പെങ്കൊച്ചായിരുന്നു. അവരുടെ ജീവിതം കണ്ട നമുക്ക് കൊതിയ അത്രമാത്രം ലാളിത്യമുള്ളൊരു ജീവിതം. ഓൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ കൃപയെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല. കണ്ണു തുറന്നാൽ മറ്റുള്ളവരെ അശുദ്ധമായിട്ട് വീക്ഷിച്ചു കൊണ്ടിരുന്നവനാണെന്ന് ഓർക്കണം കേട്ടോ. എന്താ സംഭവിച്ചത്? അവന്റെ നിർമ്മലത്വം നഷ്ടപ്പെട്ടു പോയ നിർമ്മലത്വത്തെ അവനെ തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ദാവീദിന് നഷ്ടപ്പെട്ടു പോയത് അവന്റെ ജീവിതത്തിൽ കഠിനകരമാക്കി തീർത്തു. നിങ്ങളൊന്ന് ആലോചിച്ചേ, നമ്മുടെ ജീവിതത്തിലും എന്താ സംഭവിക്കുന്നത്? ചില പാപങ്ങൾ, ചില ദുശീലങ്ങൾ, ചില തഴക്കദോഷങ്ങൾ വിട്ടുപോകാത്തതിന്റെ കാരണം എന്താണ്? നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല. പലതരത്തിൽ ഒന്ന് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 11:21 ഒരു യുദ്ധത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ലൂക്ക 11:21
ശക്തനായവൻ ഇങ്ങനെ തൻ്റെ വസ്തുവകകൾ എന്തു ചെയ്യും? അത് സംരക്ഷിച്ച് നിർത്തും. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ വന്നു കഴിയുമ്പോഴെന്താ? അവൻ പരാജയപ്പെട്ടു പോകും. നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പരാജയത്തിന്റെ പടുകുഴിയിലാണെങ്കിൽ, സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുകയാണെങ്കിൽ, പാപം കൊണ്ടിങ്ങനെ തകർന്നു പോയതാണെങ്കിൽ, നിങ്ങൾക്കുള്ള കർത്താവിന്റെ സന്ദേശം എന്താണെന്നറിയാവോ? സാത്താന്റെ ശിരസിൽ ചവിട്ടി മെതിക്കാൻ കൃപ നൽകിയിട്ടുള്ള യേശു കർത്താവാണ് നിന്റെ നാഥൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 പത്രോസ് 3:15 1 പത്രോസ് 3:15 വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുവിൻ. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുവിൻ. അതായിരിക്കണം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ക്രിസ്തുവിനെ, എന്താ വചനം പറയുന്നത്? ക്രിസ്തുവിനെ കർത്താവായി. കർത്താവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് എല്ലാത്തിൻ്റെയും ഉടയവനായി. എവിടെ പൂജിക്കണം? ഹൃദയം എന്ന് പറയുന്ന ഒരു പ്രതീകമാണ് പ്രിയപ്പെട്ടവരെ, മനുഷ്യ ശരീരത്തിന്റെ സമ്പൂർണതയുടെ പ്രതീകം. അവിടെ കർത്താവായി വെച്ച് പൂജിക്കണം. അങ്ങനെ കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ അനുഭവമാകണം. ദാവീദ് മനസ്സിലാക്കി, പാപം ചെയ്തപ്പോ എൻ്റെ ജീവിതത്തിന്റെ നിർമ്മലത്വം നഷ്ടപ്പെട്ടു പോയി. നമുക്കും സംഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്, നമ്മുടെ സ്വാഭാവികത നഷ്ടപ്പെട്ടു പോയി. ഇത്രയും കാലം വളരെ സ്വാതന്ത്ര്യമായിട്ട് പെരുമാറിയ വ്യക്തികളോട് അപ്രകാരം പെരുമാറാൻ പറ്റുന്നില്ല. എവിടെയും തെറ്റുകാനാനുള്ള സ്വാഭാവികമായ ഒരു വിശേഷം കടന്നു വരികയാണ്. അത് ജീവിതത്തിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ദാവീദിന്റെ തകർച്ചയെ കുറിച്ചാണ് കാണുന്നത്. ദാവീദ് രണ്ടാമത് എന്താ പ്രാർത്ഥിച്ചതെന്നറിയാവോ? സ്ഥിരമായ ഒരാത്മാവിനെ എനിക്ക് തരണമേ, സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് തരണമേ. സ്ഥിരമായ ഒരു ആത്മാവിനെ. എന്താ ഇതിന്റെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ? അവന് കൃത്യത ഉണ്ടായിരുന്നു. ദാവീദിന് എന്തിനൊരു കൃത്യത ഉണ്ടായിരുന്നു? ദാവീദിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചിട്ടുള്ള ഏറ്റവും വലിയ സംഭവം എന്താണ്? ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനെ അവൻ വീഴിക്കുന്നതാണ്. ഇവിടെ ഫിസിക്സ് പഠിക്കുന്ന ആളുകളൊക്കെ പഠിച്ചിട്ടുള്ള, സയൻസ് പഠിച്ചിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും. ഫിസിക്സിൽ ഒരു തത്വമുണ്ട്. എന്താണെന്നറിയാവോ? ഒരു കല്ലെടുത്ത് നമ്മുടെ തലയിലേക്ക് എറിഞ്ഞാൽ, ഭാരമുള്ള പ്രഹരശേഷിയുള്ള ഒരു വസ്തു എടുത്ത് എറിഞ്ഞാൽ, അത് നമ്മുടെ നെറ്റിക്കിട്ട് കൊണ്ടാൽ നമ്മൾ എങ്ങനെ വീഴും? ഇങ്ങനെ പുറമടിച്ച് വീഴും അല്ലേ? അതാണ് അതിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത്. പുറമടിച്ച് വീഴുകയുള്ളൂ. ഈ മല്ലനായ ഗോലിയാത്തിനെ കവണയിൽ കല്ല് വെച്ച് ദാവീദ് വീഴിക്കുന്നുണ്ട്. അവന്റെ നെറ്റിയിലേക്ക് ഇങ്ങനെ ഈ കല്ല് വന്ന് ശക്തിയായിട്ട് പതിക്കുമ്പോൾ അവൻ വീഴണ എങ്ങനെയെന്നറിയാവോ? മുഖം കുത്തി വീണു മരിച്ചു എന്നാ പറയണത്. മുഖം കുത്തി വീണു എന്ന് വെച്ചാ സ്വാഭാവികമായിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു മരണമായിരുന്നു അവനുണ്ടായിരുന്നത്. ദൈവം അത്രയും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ദാവീദ് എന്ത് ചെയ്താലും അതിന് കൃത്യതയുണ്ടായിരുന്നു. ചക്രവർത്തിയായ സാവൂളിനെ കുറിച്ച് പറയുന്നുണ്ട്, അവന് പിശാചബാധ കയറുന്ന സമയത്ത് ഗാനം ആലപിച്ച് അവനെ ആ തിന്മയിൽ നിന്ന് അവന് വിടുവിക്കാൻ സാധിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ അവന്റെ പാട്ടിന് പോലും അഭിഷേകം ഉണ്ടായിരുന്നു. അത്രമാത്രം കൃത്യതയുണ്ടായിരുന്ന മനുഷ്യൻ. എന്താ സംഭവിക്കുന്നത്? പാപം ചെയ്തപ്പോ കൃത്യതയ്ക്ക് വീഴ്ച സംഭവിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങളൊന്ന് കൂപ്പി പിടിക്കണം, കണ്ണുകളടച്ച്. ശിരസ് മുതൽ പാദം വരെ നമ്മുടെ ശരീരത്തെ, ചിന്തകളെ, വിചാര വികാരങ്ങളെല്ലാം പൊന്നുതമ്പുരാന്റെ പക്കലേക്ക് ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, പാപം നമ്മളെ പിടികൂടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആ വലിയ ധന്യത നശിപ്പിച്ചു കളഞ്ഞു. വിശുദ്ധീകരിക്കുകയും ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, നിന്റെ പാപം കടുംചുവപ്പായിരുന്നാലും തൂമഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനും വെണ്മയുള്ളവളുമാക്കി ഞാൻ മാറ്റും. അത്രമാത്രം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നീ ഏത് മേഖലയിലാണോ വീണ പോകുന്നത്, ഏത് കുറവാണോ നിനക്കുള്ളത്, കർത്താവിൻ്റെ മക്കളത് ഏറ്റു പറയാം. കൽപ്പനകൾ നമുക്കറിയാം, വീണു പോകുന്ന മേഖലകൾ നമുക്കറിയാം, നമ്മുടെ അശുദ്ധി നമുക്കറിയാം, നമ്മുടെ അഹങ്കാര ചിന്ത നമുക്കറിയാം, നമ്മുടെ ആസക്തികൾ, നമ്മുടെ ദുശീലങ്ങൾ എല്ലാം നമുക്കറിയാം. ഒരുപാട് ആഗ്രഹിച്ചിട്ടും ചില തിന്മകൾ നമ്മളിൽ നിന്ന് വിട്ടുമാറിപ്പോകുന്നില്ല. ചില പാപങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നു, അസ്വസ്ഥപ്പെടുത്തുന്നു. പൊന്നു തമ്പുരാന്റെ പക്കൽ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ദാവീദ് തൻ്റെ ജീവിതത്തിൽ രണ്ടാമത് അനുഭവിച്ച ഏറ്റവും വലിയൊരു സങ്കടം മറ്റൊന്നും ആയിരുന്നില്ല, അവൻ്റെ കൃത്യത നഷ്ടപ്പെട്ടു പോയി. സ്ഥിരമായ ആത്മാവിനെ ലഭിക്കണേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു കൃത്യത നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. എടുക്കുന്ന തീരുമാനമെല്ലാം തകർന്നു പോകുന്നൊരു സ്ഥിതിവിശേഷം. 107-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കണം. അവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില രോഗങ്ങൾ, അസ്വസ്ഥതകൾ, അതിൻ്റെ കാരണം നമ്മൾ പാപകരമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാവോ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 107-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാം തിരുവചനം. അതുകൊണ്ട് ഉറപ്പിക്കരുത്, എല്ലാ രോഗങ്ങളുടെയും മൂലകാരണം നമ്മൾ പാപം ചെയ്യുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളുടെ കാരണം, ചില ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തതിൻ്റെ കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികളുടെ കുഴപ്പമാണ്. ഇത്രയും കാലം ഉണ്ടായിരുന്ന അസ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക. ദാവീദ് മൂന്നാമത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അവൻ തിരിച്ചറിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? അവൻ മനസ്സിലാക്കുന്നു, അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണേ. സന്തോഷം പോയി, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ദാവീദിനെ ഓടിക്കും, സാവൂൾ മഹാരാജാവ് ഓടിക്കുന്ന സമയത്ത് അവൻ ജീവനും കൊണ്ട് ഓടുകയാണ്. ഈ 3-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക. അത്ഭുതകരമായ അനുഭവമാണ്, ഒരു കുഴപ്പമില്ല അവന്. 23-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 4-ാം തിരുവചനം നമുക്കറിയാവുന്ന സങ്കീർത്തനമാണ്. യേശു നല്ല ഇടയൻ്റെ സങ്കീർത്തനം. അവിടെ എന്താ വായിക്കുക? കർത്താവിൻ്റെ ഇടയൻ, മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഇരുട്ട് ചുറ്റെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് ഭയമില്ല, കർത്താവ് കൂടെയുണ്ട്. സന്തോഷമായ കർത്താവ് കൂടെയുണ്ടായിരുന്നു. ആ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ സുഖത്തിന് വേണ്ടി, വെറും നിസ്സാരമായ സുഖത്തിന് വേണ്ടി എന്തുമാത്രം തെറ്റുകൾ ചെയ്യാറുണ്ട്. ചില കുരുക്കൾ നമ്മൾ വീണ് കിടക്കുന്നില്ലേ, അത് അഴിയണം. വിലയില്ലാത്ത സന്തോഷത്തിന് വേണ്ടി വിലയുള്ള ഈ ശരീരത്തെ നമ്മൾ എന്തിനാ നശിപ്പിച്ച് കളയണത്? ഭയാനകമായ ജീവിത തകർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. ഞാൻ നിങ്ങളോടൊരു പേഴ്സണലായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. എന്നോട് ചോദിച്ച ചോദ്യം കേട്ടോ. നാളുകൾക്ക് മുമ്പ് എന്നോട് ചോദിച്ചൊരു ചോദ്യം, എൻ്റെ ആത്മീയ ഗുരുവായ അച്ഛൻ എന്നോട് ചോദിച്ച ചോദ്യം. ഉത്തരം നിങ്ങൾ പറയണ്ട, കൈ ഉയർത്തുകയും വേണ്ട. വ്യക്തിപരമായി ഉത്തരം കണ്ടെത്തി നിങ്ങളോട് തന്നെ മറുപടി പറഞ്ഞാൽ മതി. അച്ഛൻ ചോദിച്ച ചോദ്യമാണ്, ജോസേ, എടാ, നിന്റെ കയ്യിൽ നിന്റെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തു, ഭൗതിക വസ്തു, അത് പേനയായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും സമ്മാനിച്ച എന്തെങ്കിലും വസ്തു ആയിക്കൊള്ളട്ടെ, അത് നഷ്ടപ്പെട്ടു പോവുകയോ നശിച്ചു പോവുകയോ കൈമോശം വരികയോ ചെയ്താൽ നിനക്ക് സങ്കടം ഉണ്ടാവുമോ? ദുഃഖം ഉണ്ടാവുമോ? ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു, ഉറപ്പായിട്ടും ദുഃഖം ഉണ്ടാവും. ഞാൻ പ്രിയപ്പെട്ടതായിട്ട് കരുതിയത് എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഞാൻ കാത്തു സൂക്ഷിച്ചൊരു കാര്യം അത് ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും സങ്കടം ഉണ്ടാവൂലേ? ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും ഉണ്ടാകണമല്ലോ. ഒരല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അച്ഛന് ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താണെന്നറിയാവോ? ഇനി രണ്ടാമത്തെ ചോദ്യം, നീ ഒരു കാര്യം ഓർക്കുക, നിന്റെ ജീവിതത്തിൽ ഓർക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല. നീ ഒരു പാപം ചെയ്ത്
ആത്മീയമായിട്ട് വീണുപോയി, ദൈവത്തിനെതിരായൊരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ തിന്മയായിട്ടുള്ള ഒരു കാര്യത്തിന് ഇങ്ങനെ കൂട്ടു നിൽക്കുമ്പോൾ നേരത്തെ നിന്റെ വിലപിടിപ്പുള്ള സാധനം നഷ്ടപ്പെട്ടു പോയതിൻ്റെ അതേ ആഴത്തിലുള്ള ദുഃഖം നിന്റെ മനസ്സിലുണ്ടാകുമോ? പറഞ്ഞത് പിടുത്തം കിട്ടിയോ? ആത്മീയമായിട്ട് നീ വീണുപോയപ്പോ നിന്റെ ജീവിതത്തിൽ നേരത്തെ ഉണ്ടായ അതേ സങ്കടം നിനക്കുണ്ടാവുമോ? അല്പനേരം ഞാൻ നിശബ്ദനായി. ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, അത്രയും ആഴത്തിൽ എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ടാകേണ്ടതല്ലേ? ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ, ഉണ്ടാകണം. വളരെ പ്രാധാന്യത്തോടുകൂടി ഉണ്ടാകണം. എന്തിനാ ആളുകൾ ജീവൻ ഒടുക്കി കളയുന്നത്? എന്തിനാ മരണത്തെ പുൽകുന്നത്? എന്തിനാ ശപിക്കുന്നത്? എന്തിനാ വഴക്കുണ്ടാകുന്നത്? ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? നഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? അത് കണക്കെടുക്കുമ്പോഴല്ലേ? ജോലി കിട്ടിയില്ല, പരീക്ഷയെ തോറ്റുപോയി, വിജയിച്ച രീതിയിൽ വിജയം പ്രാപിക്കാൻ സാധിച്ചില്ല, ഉടൻ തന്നെ കയറിന്റെ അറ്റം തപ്പുകയാണ്, റെയിൽവേ ട്രാക്ക് തപ്പുകയാണ്, വിഷം തേടുകയാണ്. എവിടെ നീ മൂല്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. നിലനിൽക്കുന്ന ഒരു സന്തോഷം നിനക്ക് വേണം. അത് ദൈവം തരുന്ന ആത്മസന്തോഷമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോബ് പറയണില്ലേ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. എത്ര സന്തോഷമായിട്ടാ അവനത് പറയണത്. എപ്പോഴാണെന്നറിയാവോ? തകർച്ചയുടെ അനുഭവത്തിൽ ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്ന സമയത്ത് അവൻ പറയണത്. അതിന്റെ അവസാന അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സഹനത്തിന്റെ തീഷ്ണതയിൽ ഇങ്ങനെയാ അവൻ പറയണത്, ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ ഈ സഹനത്തിന്റെ സമയത്ത് അങ്ങയെ ഞാൻ അറിയുന്നു. വേദനയുടെ മുനമ്പിൽ നിന്നുകൊണ്ടാ പറയണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓർക്കേണ്ട ഒരു കാര്യം, ഭൗതിക മേഖലകൾ നമ്മൾ ക്രമീകരിക്കും, എന്നാൽ ആത്മീയ മേഖല അതെങ്ങനെയാ? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനം അതിൻ്റെ 3-ാമത്തെ ദിവസമാണ് നാളെ. ഇവിടെ രാവിലെ ഇവിടെ കുമ്പസാരത്തിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 2ാമത്തെ കുർബാന 10 മണിക്ക് കഴിയും. അത് കഴിയുമ്പോൾ തന്നെ ഇവിടെ കുമ്പസാരത്തിനുള്ള സൗകര്യം ഉണ്ടാകും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ദേവാലയത്തിൽ വന്ന് കുമ്പസാരിക്കാനായിട്ട് സാധിക്കും. ഈ കോവിഡ് ലോക്ക്ഡൗൺ പ്രോട്ടോക്കോളൊക്കെ എത്ര മനോഹരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദേവാലയത്തിലും ദേവാലയ സംബന്ധിയായ ക്രമീകരണങ്ങളിലും ബാക്കി എവിടെ ഉള്ളതിനേക്കാളും കൃത്യമായിട്ട് പ്രോട്ടോക്കോൾ പാലിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത്. കുമ്പസാരിക്കുകയും കുമ്പസാര കൂടുമൊക്കെ അത്ര സാനിറ്റൈസ് ചെയ്ത്, അല്ലെങ്കിൽ അത്രമാത്രം അകലം പാലിച്ച് വേറെ ഒരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിലാണ് എല്ലാം ക്രമീകരിക്കുന്നത്. പക്ഷേ എങ്കിലും ഒരു അകൽച്ചയില്ലേ? നമുക്ക് മടിയാണ്, മടുപ്പാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നമ്മൾ കരുതുകയാണ്. അതിന് നഷ്ടം എന്താ? ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള സന്തോഷം ഞാൻ വേണ്ട എന്ന് പറയുകയാണ്. പ്രഭാഷകൻ 14:14 വായിക്കണം. ആ സന്തോഷത്തിന്റെ ഒരു അനുഭവത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിനക്ക് അവകാശപ്പെട്ട സന്തോഷം നീ നിഷേധിക്കരുത്, അത് സ്വീകരിക്കണം. അത് നിനക്ക് വേണ്ട കാര്യമാണ്. ഫിലിപ്പിയ 4:4 പറയണില്ലേ? എന്താ വചനം പറയണത്? സന്തോഷിക്കുക, വീണ്ടും 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 ഞാൻ പറയുന്നു, സന്തോഷിക്കുക. അങ്ങനത്തെ അനുഭവം നിനക്ക് ഉണ്ടാകണം. കർത്താവിന്റെ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ അടുത്തേക്ക് വരണം. അതിനുള്ള ശ്രമം വേണം. നമ്മൾ ഈ കൂദാശകളുടെയൊക്കെ വില അറിയുന്ന അപ്പോഴാണ്. നമ്മൾ വിചാരിക്കണം എന്താണെന്നറിയാവോ? ഈ ഭൂമിയോടുകൂടെ എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ സുഖസന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. അത് വളരെ സൂക്ഷ്മമായിട്ട് എല്ലാം ഇങ്ങനെ മാധ്യമങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയമുള്ളൂ, സന്തോഷിച്ച് ആഹ്ലാദിച്ച് അർമാദിച്ച് ഉല്ലസിച്ച് മുന്നോട്ട് പോവുക. അതാ വേണ്ടത്. പള്ളിയിലൊക്കെ ഇനിയും പോകാം, അതൊക്കെ വീണ്ടും 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 പറയും. അല്ല, ഒരു കാര്യം ഓർക്ക് പ്രിയപ്പെട്ടവരെ, തമ്പുരാനിലേക്ക് കടന്നു വരാനുള്ള സകല സാധ്യതകളും നമ്മൾ വിനിയോഗിക്കണം. ദാവീദ് മനസ്സിലാക്കി, തലയിൽ കിരീടമുള്ളതല്ല, കയ്യിൽ ചെങ്കോലുള്ളതല്ല, അധികാരമുള്ളതല്ല, മറിച്ച് ദൈവം തരുന്ന സന്തോഷമുള്ളതാണ് ജീവിതത്തിന്റെ ധന്യത. വലതുരത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ഈ 3 സന്തോഷങ്ങളും എനിക്ക് തരണേ, അനുഗ്രഹങ്ങൾ എനിക്ക് തരണേ. ഈ 51-ാമത്തെ സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ തിരുവചനത്തിൽ ദാവീദിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. മുട്ടുകുത്തി കരം വിരിച്ച് പിടിച്ച്
കണ്ണുനീരൊഴുക്കിയൊരു പ്രാർത്ഥന. എന്താ ചങ്ക് തകർന്നവൻ പ്രാർത്ഥിക്കണം എന്താണെന്നറിയാവോ? ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇന്ന് 51-ാമത്തെ സങ്കീർത്തനം വായിക്കണം. അത് പാപിയുടെ ആത്മരോദനമാണ്, അവൻ്റെ തകർച്ചയാണ്, അവൻ്റെ ജീവിതത്തിലെ വേദനയാണ്. അത് കഴിഞ്ഞിട്ട് 32-ാമത്തെ സങ്കീർത്തനം വായിക്കണം. മാപ്പ് ലഭിച്ചവൻ്റെ ആനന്ദത്തെക്കുറിച്ച് അവിടെ നമ്മൾ വായിക്കും. 51-ാമത്തെ സങ്കീർത്തനം പാപിയുടെ ആത്മരോദനം, അവൻ്റെ തകർച്ചയാണെങ്കിൽ 32-ാമത്തെ സങ്കീർത്തനം പാപത്തിന് മാപ്പ് ലഭിച്ചവൻ്റെ ആനന്ദത്തെക്കുറിച്ച് പറയുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ഒരു അനുഭവം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പാപത്തിന്റെ വീഞ്ഞ് ആവോളം ആസ്വദിച്ച് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മാനസാന്തരകര കഥ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാവോ? പാപത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, ദ വുണ്ട് ഓഫ് സിൻ, പാപത്തിന്റെ മുറിവ്, അതോടൊപ്പം ദ ജോയ് ഓഫ് വെർച്യു, പുണ്യത്തിന്റെ സന്തോഷം. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ദ വുണ്ട് ഓഫ് സിൻ, പാപത്തിന്റെ മുറിവ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇവിടെ ഇരിക്കും നമ്മൾ ആരും കാണാതെ ഒരു തെറ്റ് ചെയ്തു, മാരകമായതോ ചെറുതോ വലുതോ എങ്ങനെ ആയിക്കൊള്ളട്ടെ, ഒരു തെറ്റ് ചെയ്തു, ആരും കണ്ടിട്ടില്ല. പക്ഷേ പള്ളിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ആത്മനിന്ദ ഒന്നുമില്ലേ? ആരും കണ്ടിട്ടില്ല, പിന്നെ എന്തിനാ ഈ പ്രശ്നം? പ്രിയപ്പെട്ടവർ, ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മുറിവ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആ മുറിവിൻ്റെ ആഴം നമ്മളെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തും. ആ മുറിവ് താൽക്കാലിക സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണെങ്കിലും ആ മുറിവ് നമ്മളെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്താനായിട്ട് ഇടവരുത്തും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്ക്, എന്താ ചെയ്യേണ്ടത്? ഇവിടെയാണ് പുണ്യത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത്. എന്താ പുണ്യത്തിൻ്റെ ആനന്ദം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ, ചിലപ്പോൾ ഒരാളെ സഹായിച്ചതായിരിക്കും, എന്തെങ്കിലും കാര്യത്തിന് ഒരു വ്യക്തിക്ക് കൂട്ടുനിന്നതായിരിക്കും, നന്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഓർമ്മകൾ പച്ചപിടിച്ച് നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കില്ലേ? എത്രയോ സുന്ദരമായ ഒരു അനുഭവമാണ് നമ്മുടെ മനസ്സിലിങ്ങനെ പച്ചപിടിച്ച് നിൽക്കും. ഓർക്കുക, ഏറ്റവും പ്രാധാന്യത്തോടെ ഓർക്കുക, പാപം ചെയ്യാതിരിക്കുന്നതോടൊപ്പം തന്നെ നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തോടു കൂടെ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ നിസ്സാരമായ സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി പാപം ചെയ്ത് സമാധാനം നഷ്ടപ്പെടുത്തി, നമ്മുടെ ജീവിതത്തിന്റെ കൃത്യത നഷ്ടപ്പെടുത്തി, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരുന്ന ആ നിർമ്മലത്വം നഷ്ടപ്പെടുത്തി അസ്വസ്ഥതയിൽ ജീവിക്കുന്നതിനേക്കാളും മെച്ചം ഈ പുണ്യം ചെയ്ത് സന്തോഷത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നതല്ലേ? ചേർന്ന് പറയാവോ ഹല്ലേലൂയ? സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം കേട്ടോ. നമ്മൾ ഇന്നലെ ഒരു വചനം കണ്ടു, റോമ 9:16. എന്താണ്? നിന്റെ അധ്വാനമോ നിന്റെ ശക്തിയോ ഒന്നല്ല, ദൈവത്തിന്റെ കരുണയാണ് നിന്റെ ജീവിതത്തിന്റെ നിദാനം, അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്തിനാ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത്? ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും, ഇത്രയൊക്കെ പാപം ചെയ്തിട്ടും, ഇത്രയൊക്കെ അവിശ്വസ്തത പുലർത്തിയിട്ടും നമുക്കെന്താ ഒരു അപകടം സംഭവിക്കാത്തത്? നമുക്കെന്താണ് ജീവിതത്തിൽ തകർച്ച സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നത്? ചിലര് വൻപ് പറയും പാപം ചെയ്തിട്ട് അതിനൊന്നും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. എന്തുകൊണ്ടാണ് ദൈവം ഇതൊക്കെ അനുവദിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിനൊരു കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവം എന്തുകൊണ്ടാണ് നമ്മളോട് കരുണ കാണിക്കണേ എന്നറിയാവോ? റോമാലേഖനം 2:4 ചങ്കയിൽ എഴുതി വെക്കേണ്ട വചനഭാഗമാണ്. ഒരു തെറ്റ് ചെയ്ത്, ഒരു കുറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടായി, നമ്മുടെ ജീവിതം മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കാര്യം ദൈവം ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ഒരു സ്വപ്നം കാണുന്നുണ്ട് നമ്മളെക്കുറിച്ച്. ആ സ്വപ്നമാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ദൈവം കരുണ കാണിക്കുന്നത് എന്നുള്ളത് നീ അറിയുക. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുക. ഇന്ന് നീ മരിക്കാതെ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ, ഇന്ന് നിനക്ക് സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ,
ഈ സുഖസന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നെങ്കിൽ, പാപം ചെയ്തിട്ട് അതിന്റെ പരിണിത ഫലമായി ഒരു മുറിവും ഒരു കുഴപ്പവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാത്തതിന്റെ കാരണം എന്താണെന്നറിയാവോ? ദൈവം കരുണ കാണിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാവോ? നീ അനുതാപത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അനുതാപം എന്ന് പറയുന്നത്? തെറ്റിനെ തെറ്റായിട്ട് അംഗീകരിച്ച് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് എൻ്റെ മേൽ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയുന്ന അനുഭവമാണ്. തെറ്റിനെ തെറ്റായിട്ട് അംഗീകരിക്കുക, ഇനി ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കാമെന്നൊരു ഉറപ്പ് കൊടുക്കുക. അതിനേക്കാൾ ഉപരിയായി അത് ഏറ്റെടുത്ത്, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദൈവാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആദ്യത്തെ വചനം നിങ്ങൾ മറന്നു പോകരുത്. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് ദൈവത്തിന്റെ കരുണയുണ്ടാകും. വലതുരുത്തി എന്ന് പറയാവോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഒരു കുംഭസാരം ഒരാളെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ അനുഭവം കൂടെ പങ്കുവെച്ചിട്ട്. ഒരു കുംഭസാരത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സൗഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഞാനിപ്പോൾ അച്ഛനായിട്ട് ഏകദേശം 18 വർഷമായി. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട മഹാത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ, ഞാൻ ധ്യാനകേന്ദ്രത്തിന് ഡയറക്ടറായിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ അത്ഭുതകരമായ ഒരു അനുഭവമാണ്. ഒരു കുടുംബത്തിൽ 4 ഡോക്ടർമാരുണ്ട്. അവരുടെ ഒരു പ്രിയപ്പെട്ട പിതാവിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ വ്യത്യാസം. അതിലൊരു ഡോക്ടർ എൻ്റെ ഒരു ഉറ്റ സുഹൃത്താണ്. ആത്മീയമായിട്ട് ഉപദേശങ്ങൾ സ്വീകരിക്കാനായിട്ട് ഇടക്കിടക്കൊക്കെ വരുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം വന്നിട്ട് ഒരു വലിയൊരു സങ്കടം പറഞ്ഞു. ഇത്രയൊക്കെ സമ്പത്തും പേരും പെരുമയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിഷമം ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പനെക്കുറിച്ചാണ്. അപ്പൻ നാട്ടിലെ വലിയൊരു ജന്മിയായിരുന്നു. ഒരുപാട് വസ്തുവകളും സ്വത്തൊക്കെ ഉണ്ടായിരുന്നു. പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആദ്യമൊക്കെ പ്രവർത്തിക്കുമായിരുന്നു. പിന്നെ എന്തൊക്കെയോ പ്രശ്നമായി. കുറച്ച് വർഷമായിട്ട് അപ്പൻ ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. ഏറ്റവും വലിയൊരു സങ്കടം, ഞങ്ങൾ ഡോക്ടറായിട്ട് മെഡിക്കലായിട്ടൊരു കാര്യം പറയും, അദ്ദേഹം മരണത്തിലേക്ക് നടന്നെടുക്കുകയാണ്. എന്നിട്ട് പോലും ഈ മർക്കട മുഷ്ടി, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളോട് കുമ്പസാരിക്കുകയില്ല, കുർബാന സ്വീകരിക്കുകയില്ല, ദൈവദൂഷണം പറയും, നിഷേധിച്ച് പറയും. ആര് കടന്നു വന്നാലും പറയുന്നത് ഇങ്ങനെ ദൈവദൂഷണമാണ്, ശാപം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അസ്വസ്ഥത വരും. അച്ഛന്മാരെയും മറ്റുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആകെ ഒരു വലിയൊരു പ്രശ്നമാണ്. അച്ഛനൊരിക്കൽ ഒന്ന് വീട്ടിൽ വരണം. അദ്ദേഹത്തിൻ്റെ നിർബന്ധം സഹിക്കുക ചെയ്യാതെ ഞാനും എൻ്റെ സുപ്പീരിയർ അച്ഛനും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെയുള്ള പ്രതികരണമാണ്, അസ്വസ്ഥപ്പെടുത്തുന്ന പ്രതികരണം. നമുക്ക് തന്നെ അവിടെ ഇരിക്കാനായിട്ട് പറ്റുകയില്ല. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗതികേടിനൊരു കാര്യം പറഞ്ഞു. ചിലപ്പച്ച ഇങ്ങനെ കിടക്കുകയല്ലേ, ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല, ഒരു 5 ദിവസം ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോകാം, ഞാൻ അതിനുള്ള സൗകര്യം ഒരുക്കാം. അയാൾ വരൂല്ലെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ തിരിച്ച് ആശ്രമത്തിലെത്തി. പിറ്റേ ദിവസം രാവിലെ സന്തോഷത്തോടെ ഡോക്ടർ വിളിച്ചിരിക്കുകയാണ്, അപ്പച്ചൻ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എൻ്റെ കാറ്റ് പോയി ഉള്ളിൽ നിന്ന് തന്നെ. മറ്റൊന്നുമില്ല, ഇയാൾ വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവർ, പിറ്റേ ഞായറാഴ്ച 2ാമത്തെ ആഴ്ചകളുടെ ധ്യാനമുണ്ട്. ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഈ മനുഷ്യൻ വന്നു. ആകെ ഒരു 100 പേരൊക്കെ പങ്കെടുക്കുന്ന ധ്യാനമാണ്. അപ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ട് പുറകിൽ ഒരു കട്ടിലും അതോടൊപ്പം തന്നെ കൂട്ടിരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹോം നേഴ്സ് ഉണ്ട്, ഒരു പാവം പിടിച്ച മനുഷ്യൻ, അദ്ദേഹവും വന്നു. അപ്പോൾ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസമൊന്നും ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് ചെല്ലാറില്ല. 2ാമത്തെ ദിവസം രാവിലെ മുതലാണ് സാധാരണ ചെല്ലാറ്. അപ്പോൾ ആദ്യ ദിവസം ഒരച്ഛൻ വിശുദ്ധ കുർബാന ചൊല്ലി ആമുഖ പ്രസംഗമൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ അച്ഛനൊരു കാര്യം പറഞ്ഞു. ജോസച്ച, അച്ഛൻ കൊണ്ടുവന്നേക്കുന്ന ആ മുതൽ നല്ല പ്രശ്നമാണ്. കുർബാനയിടയ്ക്കും മറ്റുമൊക്കെ പുള്ളിക്കാരൻ അവിടെ നിന്ന് വെറുതെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമുഖ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന ബ്രദറിനെയും ശല്യപ്പെടുത്തി. പിറ്റേ ദിവസം രാവിലെ ചില അത്യാവശ്യങ്ങളുള്ളത് കൊണ്ട് എനിക്ക് രാവിലത്തെ ടോക്കിന് കയറാനായിട്ട് സാധിച്ചില്ല. ആ രാവിലത്തെ പ്രസംഗം കഴിഞ്ഞ് ബ്രദർ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛോ, ഞങ്ങൾ ഇനി പ്രസംഗിക്കില്ല, അച്ഛൻ ഈ ധ്യാനം മുഴുവൻ പ്രസംഗിക്കണം 5 ദിവസം. കാരണം ഈ പ്രസംഗം തുടങ്ങി കഴിയുമ്പോൾ ഈ മനുഷ്യനോട് തളർന്ന് കിടന്നിട്ട് ബഹളം ഉണ്ടാക്കും. എനിക്ക് ഈ സംശയമുണ്ട്, എനിക്ക് ആ സംശയമുണ്ട്. ഇയാൾ ഒതുക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ പ്രസംഗം തുടങ്ങിയപ്പോഴും സമാനമായ രീതിയിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 3ാമത്തെ ദിവസം കുമ്പസാരത്തിൻ്റെ ദിവസം എത്തിയപ്പോൾ ഞാൻ വീണ്ടും ചെന്ന് ഒരു ഫൗള് കാണിച്ചു. ഈ ചേട്ടൻ്റെ അടുക്കൽ ഞാൻ ചെന്നിട്ടൊരു കാര്യം പറഞ്ഞു, എൻ്റെ അപ്പച്ച, ഇങ്ങനെ പോയാൽ ശരിയാകുകയല്ല, നാളെ കുമ്പസാരത്തിൻ്റെ ദിവസമാണ്, കുമ്പസാരിക്കാനായിട്ട് ഒന്ന് തയ്യാറാകുക, ഇന്ന് കുമ്പസാരത്തിൻ്റെ ഒരുക്കമുണ്ട്. ഉടനെ അയാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, കുമ്പസാരിച്ച എനിക്ക് എന്ത് കിട്ടും? മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളെ വിടുകയല്ല. ഞാൻ വീണ്ടും ഒരു പൊട്ടത്തരം പറഞ്ഞു, കുമ്പസാരിച്ച ചേട്ടൻ സുഖപ്പെടും.
പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കൊന്ത എല്ലിയ ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടായില്ല. കാരണം എനിക്കറിയാം അയാൾക്ക് നാളെ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ അയാൾ എന്നെ വെറുതെ വിടുകയല്ല. പിറ്റേ ദിവസം കുമ്പസാരത്തിൻ്റെ ദിവസമായി. അച്ഛന്മാർ ഒരല്പം കുറവായിരുന്നു. ഡയറക്ടറായി ഞാനും അവിടെ കുമ്പസാരത്തിനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടിരിപ്പിന് വന്ന ചേട്ടൻ അവിടെയുള്ള പ്രേക്ഷിതന്മാരോട്ട് ഒരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെയാണ്, ഈ കൂട്ടത്തിൽ നന്നായിട്ട് കുമ്പസാരിപ്പിക്കുന്ന അച്ഛൻ ഏതാ? അവർ നോക്കിയപ്പോൾ ഡയറക്ടറായി ഞാനിരിപ്പുണ്ട്. എന്നോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. അവർ പറഞ്ഞു, ഇതാ ഇരിക്കണ ചേട്ടനാണ്, പുള്ളിയുടെ അടുത്തേക്ക് കൊണ്ടുപോയാൽ മതി. ഇപ്പോൾ ഒരു സ്ക്രീൻ ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇയാളെ കുമ്പസാരിക്കാനായിട്ട് കൊണ്ടുവരികയാണ്. സൗകര്യത്തിന് വേണ്ടി പ്രേക്ഷിതന്മാർ സ്ക്രീൻ എടുത്ത് മാറ്റിയിട്ട് ഈ തളർവാദ രോഗിയെ കൊണ്ടുവരുന്നവരെ 4 പേര് പൊക്കിപ്പിടിച്ച് കട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. കുമ്പസാരസ്യം പറയണതല്ല കേട്ടോ. എന്നിട്ട് അയാൾ കുമ്പസാരം തുടങ്ങി. എത്ര വർഷമായി കുമ്പസാരിച്ചിട്ട്. എന്നിട്ട് ആദ്യത്തെ പാപം പറഞ്ഞു. എന്താ പാപം എന്നറിയാവോ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നാണ് പാപം. എന്ത് ചെയ്യും ഈ മനുഷ്യൻ്റെ അടുക്കൽ? കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം നൽകി. ഒരു പ്രേക്ഷിതനായൊരു സഹോദരനുണ്ട്, അവനെ വിളിച്ചിട്ട് ചെറിയ വേദപാഠ പുസ്തകമുണ്ട്, അതെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അതെടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഒന്നും തിരിച്ചെന്നോട് പറയരുത്, ഈ പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ 10 കൽപ്പനകൾ വായിച്ചു, 7 മൂലപാപങ്ങൾ വായിച്ചു, 5 തിരുസഭയുടെ കൽപ്പനകൾ വായിച്ചു, കുമ്പസാരത്തിന് ഒരുക്കമായിട്ടുള്ള ചില മേഖലകളുണ്ട്, അത് വായിച്ചു. എൻ്റെ മനുഷ്യൻ്റെ അടുക്കൽ നിന്ന് വായിച്ചിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ 10-17 വർഷമായിട്ട് പുരോഹിതനാണ്. ഇതുപോലൊരു കുമ്പസാരം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ഞാൻ വാച്ച് നോക്കി, 1 മണിക്കൂർ 25 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു കുമ്പസാരം. അയാൾ മാത്രമല്ല, കുമ്പസാരം കേട്ട വൈദികനായ ഞാനും കരഞ്ഞു. ഇത്രയും തുറന്ന് കുമ്പസാരിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. ജീവിതത്തിലുള്ള അനുഭവങ്ങൾ ഒന്നൊഴിയാതെ അയാൾ പറഞ്ഞു. എന്താണ് ആത്മാവ് അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, സാധാരണ പറയുന്നത് പോലെ, ഇനി ഏതെങ്കിലും പാപം മറന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, പിതാവേ, എന്നോട് എനിക്ക് മാപ്പ് നൽകണമേ. ഉപദേശമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല, പറയേണ്ട ആവശ്യമില്ല. എന്തൊക്കെയോ ഒരല്പം പറഞ്ഞിട്ട് പ്രായശ്ചിത്തമായിട്ട് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, അപ്പച്ചൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഈ കണ്ണുനീർ തുള്ളി മാത്രം മതി അനുതാപമായിട്ട്. പിന്നെ ഒരു ആശ്വാസത്തിന് വേണ്ടി 3 നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം മാത്രം ചൊല്ലുക. അയാൾ അവിടെ കിടന്ന് തന്നെ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം ചൊല്ലി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ള തോമസ് എഴുന്നേറ്റു. ഞാൻ പതുക്കെ കൈയൊക്കെ പിടിച്ച് പൊക്കി നോക്കി, അനക്കം വല്ലതും ഉണ്ടോ? ഒരനക്കവുമില്ല. അയാളെ തിരിച്ചവിടെ കൊണ്ടുപോയി കിടത്തി. വൈകുന്നേരത്തെ സൗഖ്യാരാധനയുടെ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു, ഒരു വ്യത്യാസവുമില്ല. ദിവ്യകാരുണ്യം എടുത്തുയർത്തുമ്പോൾ കർത്താവിനോട് ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കർത്താവേ, ഈ ധ്യാനത്തിൽ 100 പേര് പങ്കെടുക്കുന്നുണ്ട്, ആരെ തൊട്ടില്ലേലും വേണ്ടൂല, ഈ മനുഷ്യനെ ഒരിക്കൽ കൂടെ തൊടണം, ശരീരത്തിലൊരു അടയാളം അങ്ങ് കൊടുക്കണം. അത്രമാത്രം തുറന്ന ഒരു ഏറ്റുപറച്ചിലല്ല കർത്താവെ ഞങ്ങളുടെ മുമ്പിൽ നടത്തിയത്. സൗഖ്യ ആരാധന കഴിഞ്ഞു. അനേകം പേര് ജീവിതത്തിൽ സൗഖ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. എല്ലാവരും ഭക്ഷണത്തിന് പോയപ്പോൾ ഞാൻ ഈ അപ്പച്ചൻ്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ഇന്നലെ തന്ന ഉറപ്പ് കർത്താവ് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ചോ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ ഭക്ഷണം കഴിക്കാൻ പോയി. രാത്രി വീണ്ടും എല്ലാം കഴിഞ്ഞതിന് ശേഷം, ആരാധന ശുശ്രൂഷ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ആ അപ്പച്ചൻ്റെ അടുക്കൽ ചെന്നു. അപ്പച്ചൻ്റെ അടുക്കൽ ചെന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ കണ്ട കാഴ്ച, ആ കൂട്ടിരിപ്പുകാരൻ ഇങ്ങനെ കരയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ശബ്ദം അടഞ്ഞു നിൽക്കുകയാണ്. നോക്കുമ്പോൾ ചെല്ലുന്ന കാഴ്ച എന്താണെന്നറിയാവോ? ഈ 2 കൈ, തളർന്നു കിടക്കുന്ന ഈ 2 കൈ മാത്രം അദ്ദേഹത്തിന് ഉയർത്താൻ പറ്റുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുന്ന മനുഷ്യനാണ്. ഈ കയ്യില് ബൈബിൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, കൂടെ ഈ വിരലില് ഈ കൊന്തയും ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുക പിടിച്ച്. ഈ കാഴ്ച കണ്ടിട്ട് നാളുകളായിട്ട് കൂടെയുള്ള ഈ കൂട്ടിരിപ്പുകാരനുണ്ട്, അയാൾക്ക് എന്താണ് എങ്ങനെ പറയണമെന്ന് പറ്റുന്നില്ല, അങ്ങനെ നിൽക്കുകയാണ്. ഇനി അപ്പച്ചൻ്റെ അടുക്കൽ ഞാനും ഇങ്ങനെ നിന്ന് കരയണ വിഷമത്തിൽ അനുഭവം പോലെയായിപ്പോൾ അത്രമാത്രം സന്തോഷം നിറഞ്ഞു. അതിന് ആ മനുഷ്യൻ പറഞ്ഞ മറുപടിയാണ് എൻ്റെ ധാരണകളൊക്കെ മാറ്റിമറിച്ചു. അയാൾ പറഞ്ഞെന്താണെന്നറിയാവോ? നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഞാനും കർത്താവും മാത്രമായി. ഞാൻ കർത്താവിനോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ബൈബിള് വലിച്ചു കീറിയിട്ടുണ്ട്, കൊന്ത പൊട്ടിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്, ഈ കൈയുയർത്തി പലരെയും ഞാൻ ശപിച്ചിട്ടുണ്ട്. ഈശോയോട് ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, പൊട്ടിച്ചെറിഞ്ഞ കൊന്ത കൊണ്ട് വീണ്ടും ജപമാല ചെല്ലാൻ, ഈ ബൈബിള് മറിച്ച് വായിക്കാൻ
എൻ്റെ കരങ്ങളെ മാത്രം സുഖപ്പെടുത്തണേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 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 ഞാൻ നിങ്ങളുടെ മുമ്പിൽ നാടകീയതയോടുകൂടെ അവതരിപ്പിക്കണതല്ല, എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ട വലിയൊരു സത്യം. കൂദാശയ്ക്ക് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ശക്തിയുണ്ട്. കൂദാശയ്ക്ക് സുഖപ്പെടുത്താൻ പറ്റുമോ എന്ന് വെച്ചാൽ സുഖപ്പെടുത്താൻ പറ്റും. നേരത്തെ വചനം കണ്ടില്ലേ, നമ്മൾ സുഭാഷിതം 6-7 തവണ ഞാനിപ്പോൾ പറഞ്ഞു. തെറ്റേറ്റ് പറഞ്ഞ് പരിത്യജിക്കുന്നവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും എന്ന് പറഞ്ഞാൽ കരുണ ലഭിക്കും. നീ മാപ്പ് അപേക്ഷിക്കാൻ തയ്യാറായ, ക്ഷമിക്കാൻ തയ്യാറായ, പൊറുക്കാൻ തയ്യാറായാൽ, കർത്താവിന് സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറായാൽ കർത്താവ് അനുഗ്രഹിക്കും. സംശയം വേണ്ട. അനുഗ്രഹത്തിൻ്റെ അനുഭവമാണ്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, സമ്പത്ത് കുമിഞ്ഞു കൂടുന്ന പേരും പെരുമയുള്ള പ്രശസ്തിയുള്ള ഒരു മനുഷ്യ ജീവിതത്തെക്കാൾ പാപമില്ലാത്ത ദൈവത്തിൻ്റെ ക്ഷമ സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു വിശുദ്ധ ജീവിതമാണ് നിന്റെ അടുക്കലുള്ളതെങ്കിൽ അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നീ ഭാഗ്യവാനായ മനുഷ്യനാണ്. ഇന്നലെ നമ്മൾ വചനത്തിൽ കേട്ടില്ലേ, 1-ാം വായനയിൽ, അതിക്രമങ്ങൾക്ക് മാപ്പ് ലഭിച്ചവന് എന്താ? അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഭാഗ്യവാനാണ്. അകൃത്യങ്ങൾക്ക് മാപ്പ് ലഭിച്ചവൻ കർത്താവിന്റെ സന്നിധിയിൽ ഭാഗ്യവാനാണ്. മറ്റേത് ഭാഗ്യത്തെക്കാളും വലിയത് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ. ഈ ഭൗമിക കാര്യങ്ങളെക്കാൾ മാത്രം ശ്രദ്ധയോന്നി മുന്നോട്ട് പോകുന്നവനാണ് നീയെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും നിർഭാഗ്യവാനായ മനുഷ്യനാണ് നീ. മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് മാൻ ഇൻ ദിസ് വേൾഡ്. ഈ ഭൂമിയിലെ ഏറ്റവും നിർഭാഗ്യനായ മനുഷ്യൻ. പക്ഷേ നിന്റെ കണ്ണ്, നിന്റെ ഹൃദയം സ്വർഗത്തിലേക്കാണെങ്കിലോ, ഓർക്കുക, തെറ്റുകൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിലോ ദൈവം അനുഗ്രഹിക്കും. മക്കളെ, ഇന്നത്തെ ദിവസം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ് ആത്മീയ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന മടുപ്പ്. ആഗ്രഹിച്ചിട്ടും പലവരും ആഗ്രഹിച്ചിട്ടും ദേവാലയത്തിലേക്ക് കടന്നു പോകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഓർക്കുക, കർത്താവ് അതിനുള്ള അവസരം ഒരുക്കുകയാണ്. ദൈവം അത്ഭുതകരമായി നമ്മളെ ബലപ്പെടുത്തുകയാണ്. കുമ്പസാരം എന്നുള്ള പരിശുദ്ധ കൂദാശ നാളെ സൗകര്യം ഒരുക്കുന്നുണ്ട്. ഇനി സൗകര്യം കിട്ടുമ്പോഴൊക്കെ കുമ്പസാരിക്കുക. പൊതു കുമ്പസാരമുണ്ട്, അതിൽ നമ്മൾ വീണ് പോകരുത്. അത് നമ്മുടെ ചില പരിമിതികൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരുക്കിയിട്ടുള്ള കാര്യമാണ്. വീണ്ടും കുമ്പസാരക്കൂടിനെ അണയണം. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വലിയൊരു അനുഭവമുണ്ട്. ലോകത്തിലെ പത്രമാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിക്കില്ല, കാരണം ഈ ദൃശ്യപത്രമാധ്യമങ്ങൾ ചില ലോബികളുടെ കയ്യിലാണ്. സഭയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അവർ തമസ്കരിച്ച് കളയും, വിസ്മരിച്ച് കളയും. എന്താ സംഭവിച്ചതെന്നറിയാവോ? ഒരു ക്രിസ്മസിന് ഒരുക്കമായിട്ട് ഇറ്റലിയിൽ ജയിലിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാനിവിടെ വന്നേക്കുന്നത് നിങ്ങൾ കുറ്റക്കാരാണ്, പാപികളാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചില തടവ് പുള്ളികളെ അദ്ദേഹം ഇങ്ങനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. അവർ കരയാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന വാർഡനോടൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് കുമ്പസാരിക്കണം. എന്താ സംഭവിച്ചതെന്നറിയാവോ? ഇപ്രകാരമുള്ള ഈ കാര്യം റോമിൽ അവതരിപ്പിച്ചു. അവിടെ നിന്ന് നന്നായി കുമ്പസാരിപ്പിക്കുന്ന അനേകം വൈദികർ ആ ജയിലിലേക്ക് പറഞ്ഞു വിട്ടു. അവരെല്ലാവരും ക്രിസ്മസിന് മുമ്പ് കുമ്പസാരിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ആ വാർഡൻ സാക്ഷ്യപ്പെടുത്തിയൊരു കാര്യം, വലിയ പ്രശ്നങ്ങളും കുടിപ്പകകളും മാഫിയ സംഘടനകളുമുള്ള അവിടെ ആ ക്രിസ്മസ് സന്തോഷത്തിൻ്റെ അനുഭവമായിട്ട് തീർന്നു. പരസ്പരം പോരാടിയിരുന്നവർ പോലും ക്രിസ്മസ് ദിവസം പരസ്പരം സമ്മാനങ്ങൾ കൈമാറി വലിയ സന്തോഷം അനുഭവിക്കാൻ സാധിച്ചു. ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, മറന്നു പോകരുത്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം, ആത്മാർത്ഥമായിട്ട് ഒരുങ്ങാം. പ്രത്യേകമായി തമ്പുരാൻ്റെ പക്കൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിസ്മരിച്ച് കളയരുത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.